പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കുന്നതിന് കർത്താവിന്റെ ദാസൻ പ്രിയ ബേബുക്കുട്ടി എബ്രഹാം എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. വത്സല്യ പിതാവ് തന്റെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ അത് കേൾവിക്കാരാകുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വലിയ അനുഗ്രഹവും ആശ്വാസമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വത്സല്യ പിതാവ് തന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ദൈവീയ ഇടപെടലുകൾ നമ്മളുമായി പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേൾക്കാം. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണാം, കേൾക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ ബേബുക്കുട്ടി എബ്രഹാം അങ്കിളിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് അങ്കിളെ. അങ്കിളിനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? അങ്കിൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? അങ്കിളിനെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറയാമോ? ഞാന് തേവലക്കര വില്ലേജിൽ പാറ്റൂർ വീട്ടിൽ ഏബ്രഹാമിന്റെയും തങ്കമ്മയുടെയും മകനായിട്ട് 1945 ജനിച്ചു. എൻ്റെ ജീവിതയാത്രയിൽ ചെറുപ്പം മുതൽ ഞാൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദേവാലയങ്ങളിൽ പോവുകയും പ്രാർത്ഥിക്കുകയും സൺഡേ സ്കൂളിൽ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 1957 ഞാൻ BBS പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ലാസ്റ്റ് ഡേ ഒരു ഓട്ടോ കോൾ ഉണ്ടായിരുന്നു. ആര് ഈ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കും എന്ന്. അപ്പം ഒന്നും അറിയാതെ ഞാൻ എഴുന്നേറ്റ് ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കും എന്ന് ഞാൻ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. അതിനുശേഷം എൻ്റെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോയി പഠിത്ത കാര്യങ്ങളൊക്കെ മുന്നോട്ട് കടന്നുപോയി. ഞാൻ ദൈവകൃപയാൽ പഠിത്തം കഴിഞ്ഞപ്പം ബോംബെ പട്ടണത്തിലേക്ക് പോകുവാനായിട്ടൊരു അവസരമുണ്ടായി. അങ്ങനെ ബോംബെ പട്ടണത്തിൽ 1965 ഞാൻ ബോംബെയിലെ പട്ടണത്തിലെത്തി. അവിടുന്ന് ജോലിക്കായിട്ട് പരിശ്രമിക്കുകയും അവിടുത്തെ ബോംബെ ടെലിഫോൺ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരു ട്രെയിനിങ്ങിൽ ഞാൻ കയറുകയും ചെയ്തു. ആ ട്രെയിനിങ്ങിൽ ഏതാണ്ട് 2 വർഷത്തോളമുള്ള ട്രെയിനിങ് ആണ്. 45 രൂപ സ്റ്റൈഫൻഡ് കിട്ടുന്ന, ബോംബെ പട്ടണത്തിൽ സ്റ്റൈഫൻഡ് കിട്ടുന്ന സമയമാണ്. മറ്റു വരുമാനങ്ങളോ മാർഗങ്ങളോ ഒന്നുമില്ല. എന്നാൽ ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചത് കൊണ്ട്, വലിയവനായ ദൈവത്തിന്റെ സഹായം കൊണ്ട് ആ ട്രെയിനിങ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടയായി. ഞാൻ ആദ്യം ബിഗിനിങ് ടൈമിൽ ഒരു നേരത്തെ ആഹാരം മാത്രം കഴിച്ചുകൊണ്ട് ഈ സംഗതികൾ മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ എനിക്ക് നേരത്തെ ഞാൻ ആഹാരം കഴിച്ച ഒരു സ്ഥാപനത്തിൽ അദ്ദേഹം എന്നെ കാണാതിരുന്നപ്പോൾ എന്നെ അന്വേഷിച്ചു വന്ന് എന്തുകൊണ്ട് നിങ്ങൾ വരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ തുച്ഛമായ ശമ്പളം കൊണ്ട് എനിക്ക് 3 നേരം ആഹാരം കഴിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ അതുകൊണ്ട് ഒരു നേരത്തെ ആഹാരത്തിലേക്ക് നിർത്തുകയാണ്. ബാക്കി 2 നേരം ഞാൻ ഉപവസിച്ചുകൊണ്ട് ആണ് ക്ലാസ്സിലേക്ക് പോകുന്നത്. അവിടെയൊക്കെ ദൈവത്തിന്റെ കൃപ ആവരിച്ചു, ദൈവ സാന്നിധ്യം ഉണ്ടായി. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ BBS പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആണ് ഞാൻ മാനസാന്തരത്തിലേക്ക് വന്നത് എന്ന് ഞാൻ ഓർപ്പിച്ചു. എന്നാൽ ആ BBS കഴിഞ്ഞ സമയങ്ങൾ ഞാൻ എൻ്റെ ഭവനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് മുകളിലോട്ട് നോക്കിയപ്പോൾ ഒരു പ്ലെയിന് കടന്നു പോകുന്നതായിട്ട് കണ്ടു. ഞാൻ എൻ്റെ വലതുകരയും ഉയർത്തി ആകാശത്ത് നോക്കി പറഞ്ഞു, ദൈവമേ, ഇതിനെ ഒന്ന് അടുത്ത് കാണുവാനുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന്. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, ഈ പ്ലെയിനെ ഒന്ന് അടുത്ത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവും. എന്നാൽ അന്നത്തെ 1957 പ്രാർത്ഥന സർവശക്തനായ ദൈവം എന്റെ പ്രാർത്ഥന അന്ന് കേട്ടു. 1976 ദൈവം എന്നെ പ്ലെയിൻ കാണിക്കല്ല, അടുത്ത് കാണിക്കല്ല, അതിനകത്ത് കയറ്റുവാനായിട്ട് ദൈവം ഇടയാക്കി. ദൈവത്തിന്റെ സ്തോത്രം. എൻ്റെ ജീവിതയാത്രയിൽ അതിനുശേഷം, അതിൻ്റെ ഇടയിൽ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അതിനുശേഷം ഈ ലോകത്തുള്ള ഏറെക്കുറെ ഫ്ലൈറ്റിനകത്ത് കയറി സഞ്ചരിക്കുവാൻ, എനിക്ക് മതിയാകോളം സഞ്ചരിക്കുവാൻ സർവശക്തനായ ദൈവം വഴികളെ ഒരുക്കി തന്നു. അപ്പൊ എൻ്റെ ട്രെയിനിങ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ആഹാരം തന്ന വ്യക്തി എന്നെ അന്വേഷിച്ചു വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇവിടെ വന്ന് 3 നേരവും ആഹാരം കഴിക്കണം. അതുകൊണ്ട് ട്രെയിനിങ് സമയമാണ്, ശരീരത്തിന് ക്ഷീണം ഉണ്ടാകും,
അതുകൊണ്ട് ആ ക്ഷീണത്തിൽ കൂടെ കടന്നു പോകാതിരിക്കാൻ തക്കവണ്ണം നിങ്ങൾ വന്ന് ആഹാരം കഴിക്കുകയും ആഹാരം കൊണ്ടുപോവുകയും ചെയ്യണം എന്ന് ആ വ്യക്തി എന്നെ ഓർപ്പിച്ചതിന്റെ ഫലമായി ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു വസ്ത്രം മാത്രം, ഒരു ഉടുപ്പും ഒരു പാൻറ്റും മാത്രം ഒരാഴ്ച കാലം മുന്നോട്ട് ആ ട്രെയിനിങ് സമയത്ത് കൊണ്ടുപോയപ്പോൾ അവിടൊക്കെയും ദൈവകൃപ വ്യാപരിച്ചതിന്റെ ഫലമായി ദൈവത്തെ ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന്റെ ഫലമായി എന്നെ സഹായിപ്പാനായിട്ട് ദൈവത്തിന്റെ മക്കൾ അവിടെ ആയിട്ട് ഒരുക്കി എനിക്ക് വേണ്ടി കരുതിയിരുന്നു. അതിന്റെ ഫലമായി ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ 1968 ഞാൻ ജോലിയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ജോലിയിലേക്ക് പ്രവേശിച്ച് മുന്നോട്ട് കടന്നു പോകുന്ന സമയങ്ങളിൽ എൻ്റെ ജീവിതയാത്രയിൽ 1974 ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞതിന് ശേഷം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ മുന്നോട്ട് കടന്നു പോകുകയായിരുന്നു. എന്നാൽ ആഴമായ ആ ദൈവസ്നേഹവും ആഴമായ ക്രിസ്തീയ വേലകളിലും ഞാൻ പങ്കെടുത്തില്ല. 1976 ഒക്ടോബർ മാസം 12-ാം തീയതി ബോംബെ പട്ടണത്തിൽ ഒരു പ്ലെയിൻ ആക്സിഡന്റ് ഉണ്ടായി. റാണി ചന്ദ്രിക എന്ന് പറയുന്ന ഒരു സിനിമാ നടി ആ പ്ലെയിൻ ആക്സിഡന്റിൽ മരിക്കപ്പെട്ട അവസ്ഥയാണ്. ആ സമയങ്ങളിൽ ഞാൻ അവിടെ ഇരിപ്പുണ്ട്. അതിനുശേഷം ആ പ്ലെയിൻ ആക്സിഡന്റിന് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു കർത്തദാസനെ സ്വീകരിക്കുവാനായിട്ട് എൻ്റെ സൈഡിൽ ഒരു സഹോദരി ഇരിപ്പുണ്ടായിരുന്നു. ആ സഹോദരി അവിടെ ഇരുന്നുകൊണ്ട് എന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനിടയായി. അപ്പൊ ആ സമയങ്ങളിൽ ഞാൻ സിഗരറ്റ് വലിക്കുന്ന ഒരു അനുഭവക്കാരനായിരുന്നു. എൻ്റെ കയ്യിൽ ഒന്നര പാക്കറ്റ് സിഗരറ്റ്, ഒരു മാച്ച് ബോക്സും എൻ്റെ പോക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഈ സിഗരറ്റ് ഒന്നിന് പുറകെ ഒന്നായിട്ട് വലിച്ചുകൊണ്ടേയിരുന്നു. ഈ സഹോദരി എന്നോട് പറഞ്ഞു, ബ്രദർ, ഹൗ മെനി സിഗരറ്റ് യു ആർ സ്മോക്കിംഗ്, വൈ കാണ്ട് യു സ്റ്റോപ്പ് ദ സിഗരറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, ഐ ആം അണ്ടർ ദ സ്ലേവ് ഓഫ് ദ സിഗരറ്റ്, എനിക്ക് ഒരിക്കലും ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ സഹോദരി എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല ബ്രദർ, യു ക്യാൻ സ്റ്റോപ്പ് ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ്, യു ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും എന്റെ സിഗരറ്റ് വലി സ്റ്റോപ്പ് ചെയ്യുന്നെങ്കിൽ ഞാൻ അവർക്കൊരു പാരിതോഷികം കൊടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിക്കുവാനായിട്ടിടയായി, മുന്നോട്ട് സംസാരിക്കാനിടയായി. അപ്പം പറഞ്ഞു, ഞാൻ എന്തിനാണ് സഹോദരി ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ എന്റെ ഹസ്ബൻഡ് വരുന്നുണ്ട്, ഹസ്ബൻഡിനെ കാത്താണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഹസ്ബൻഡ് എവിടെ നിന്ന് വരുന്നുണ്ട്? ഹസ്ബൻഡ് ന്യൂയോർക്കിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം ഞാനും ഒരാളിനെ പ്രതീക്ഷിച്ചായിരുന്നിരുന്നത്. അപ്പൊ ഈ പ്ലെയിൻ 5 മണിക്കൂർ ലേറ്റ് ആയിട്ട് വന്ന സമയങ്ങൾ എന്റെ ആള് പുറത്തിറങ്ങി. ഈ സഹോദരിയുടെ ഹസ്ബൻഡ് വരുന്നതിന് അല്പം താമസം ഉണ്ടായി. അപ്പം ഞാൻ ഈ സഹോദരി എന്നോട് പറഞ്ഞു, ബ്രദർ, എന്റെ ഹസ്ബൻഡിനെ കണ്ടിട്ട് മാത്രമേ ബ്രദർ പോകാവൂ, ദർ ഇസ് എ സ്പെഷ്യൽ പ്ലാൻ ഫോർ യു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തോ പ്ലാനാണ്? എനിക്ക് എന്റെ ആളിനെയും കൊണ്ട് വീട്ടിൽ പോകണം. അങ്ങനെയല്ല ബ്രദർ, യു ജസ്റ്റ് സീ മൈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദരി നിർബന്ധിച്ചപ്പം ഞാൻ വിചാരിച്ചു, എന്റെ കൂടെ എന്റെ അങ്കിളിന്റെ ഒരു മകൻ ഉണ്ടായിരുന്നു, ആ മകനെയും കൂട്ടി ഞാൻ എന്റെ ആളിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഞാൻ അവിടെ നിന്നു. ആ സമയത്ത് എന്റെ ഒരു സ്നേഹിതൻ, എന്റെ കൂടെ ജോലി ചെയ്യുന്ന മഹാരാഷ്ട്രനായിട്ടുള്ള മക്കാസർ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സാർ എന്തിനാ ഇവിടെ? അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഒരാൾ വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അദ്ദേഹം എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു. അപ്പൊ അങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോയ സമയത്ത് അദ്ദേഹം ഈ സഹോദരിയുടെ ഹസ്ബൻഡ് അകത്ത് നിൽക്കുന്നതായിട്ട് എന്നെ കാണിച്ചു. അതാണ് എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അദ്ദേഹം കടന്നു വരുന്ന ആ സമയങ്ങളിൽ ഞാൻ ദർശിച്ച ഒരു ദർശനം, അദ്ദേഹം കൈ ഉയർത്തി അവിടെ വെച്ച് ഏതൊക്കെ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അതിനുശേഷം അദ്ദേഹം ബോംബെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ അദ്ദേഹം വീണ്ടും കൈ ഉയർത്തി ഏതോ പറയുന്നതായിട്ട് കണ്ടു. അത് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് പോയിന്റിൽ വന്ന് ഈ കാല് മണ്ണിലേക്ക് ചവിട്ടുവാനായിട്ട് പോയപ്പം അദ്ദേഹം കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. എന്റെ ജീവിതത്തിൽ ഞാൻ അന്ന് വരെയും ആരെയും കണ്ടിട്ടില്ല ഈ എയർപോർട്ടിൽ നിന്ന് ജനത്തിന്റെ മധ്യയിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതായിട്ട്. അദ്ദേഹം പറഞ്ഞു, എന്നെ സുരക്ഷിതമായി ന്യൂയോർക്കിൽ നിന്ന് ബോംബെയിലെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് ഈ മണ്ണിലേക്ക് ആക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അവിടെ ആരെയും കണ്ടില്ലെങ്കിലും ഒരു 100-300 പേർ അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു സ്വീകരണമായിട്ടാണ് ഞാൻ കാണുന്നത്. അന്നൊരു ഒരു മനുഷ്യൻ ഞാൻ കണ്ടില്ല. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്, ഈ മനുഷ്യൻ എന്താണ്, ഏതാണ്? ഇങ്ങനെയൊക്കെയുള്ള ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നുപോയി. അപ്പൊ ഇദ്ദേഹം ഉടനെ തന്നെ ഈ സഹോദരി പുറത്തിറങ്ങി പറഞ്ഞു, ദിസ് ഇസ് മിസ്റ്റർ എബ്രഹാം, ഹി വാണ്ട് ടു സീ യു. അങ്ങനെ ഒരിക്കലും എനിക്ക് കാണേണ്ട ആഗ്രഹമില്ല, അവർ നിർബന്ധിച്ചതിന്റെ പേര് കാണാനായിട്ട് ഞാൻ വെമ്പൽ കൊണ്ടത്. അങ്ങനെ അദ്ദേഹം ആയിട്ട് കൈ കൊടുത്ത് സംസാരിച്ച് പറഞ്ഞു, ബ്രദർ, യു പ്ലീസ് കം ടു മൈ ഹോം, എന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം, ഞാൻ ആൾറെഡി കാണാനായിട്ട് നിങ്ങളുടെ വൈഫ് പറഞ്ഞനുസരിച്ച്
കാണാനായിട്ട് നിന്ന് എന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് വീണ്ടും നിങ്ങൾ ക്ഷണിക്കുന്നത് എന്റെ സമയം പോലെ അല്ല ബ്രദർ, ഈ അധികം സമയം എടുക്കത്തില്ല ബ്രദർ, പ്ലീസ് കം ടു മൈ ഹോം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം താമസിക്കുന്ന യോഗേശ്വരി, ബോംബെയിലെ യോഗേശ്വരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ സഹപാഠിയായ എഞ്ചിനീയറും ഞാനും കൂടെ ചേർന്ന് അനേക ആൾക്കാർ കാറിനകത്ത് കയറി അവിടെ പോകാനായിട്ട് എല്ലാവരും കയറി, ഞാനും എന്റെ എഞ്ചിനീയറുമായിട്ട് ഞങ്ങൾ ഒരു കാറ് കയറി അവിടെ എത്തി. എന്തായാലും ഈ ദാസന്റെ തൊട്ട് പുറകിലായിരുന്നു ഞങ്ങളുള്ളത്. അവിടെ ഒരു 3 ബെഡ്റൂം ഹാളിലാണ് അദ്ദേഹം താമസിക്കുന്നത്, യോഗേശ്വരി 2nd ഫ്ലോറിൽ. അപ്പൊ അവിടെ കടന്നു ചെന്ന സമയങ്ങളിൽ കാണുന്ന ഒരു കാഴ്ച, ആ ഫ്ലാറ്റ് നിറച്ച് ജനം അവിടെ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. ആ ഫ്ലാറ്റ് നിറച്ച് ജനം. അപ്പൊ ഞങ്ങൾക്ക് അകത്തോട്ട് കയറുവാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും ഇദ്ദേഹത്തിന്റെ പുറകിലായതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഒരു ബ്രീഫ് കേസ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഈ സ്റ്റാർട്ട് പ്രേയിങ്. അപ്പൊ ഞാനിങ്ങനെ ആരെയും കണ്ടിട്ടില്ല. 10-18 മണിക്കൂർ യാത്ര ചെയ്ത് ന്യൂയോർക്കിൽ നിന്ന് ഇവിടെ വരുന്ന ഒരു വ്യക്തി ഒരു ബ്രീഫ് കേസ് അങ്ങോട്ട് കൊടുത്തിട്ട് ഈ സ്റ്റാർട്ട് ഫോർ പ്രേയിങ് ഓരോരുത്തരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ച് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അവിടെ വിഷയം പറയാനായിട്ട് അവിടെ ആളുണ്ടായിരുന്നു. ഇന്നാടെ ഓരോ വിഷയങ്ങളാണ്. അവസാനം അദ്ദേഹം ഒരു റൗണ്ട് അദ്ദേഹത്തിന്റെ പുറയിലാണ് ഞാൻ. ഒരു റൗണ്ട് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഈ പ്രാർത്ഥിച്ച ആൾക്കാരെല്ലാം പുറയിലോട്ട് പുറത്തോട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ പുറകെ നിൽക്കാം. അപ്പം വൈഫ് പറഞ്ഞു, ദിസ് ഇസ് മിസ്റ്റർ എബ്രഹാം, യു വാണ്ട് ടു സ്റ്റോപ്പ് ദ സിഗരറ്റ് എന്ന് പറഞ്ഞു. ആ സമയത്ത് 1.5 പാക്കറ്റ് സിഗരറ്റ് 5 എന്ന് പറയുന്ന സിഗരറ്റ് എന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്, മാച്ച് ബോക്സും കിടപ്പുണ്ട്. അപ്പൊ ഞാനിത് ഓർപ്പിക്കുന്നത്, ഇത് ഒരു വെറുതെ ഉള്ള കാര്യമാണ്, എന്റെ ടൈം വേസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സംഗതിയാണ് എന്ന് ഞാൻ അവിടെ വെച്ച് എന്റെ മനസ്സിൽ ചിന്തിച്ചു. വെറുതെ എന്റെ ടൈം വേസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അത് മുള്ളിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം, വ്യക്തിയിലേക്ക് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഷോക്ക് എന്റെ ഹൃദയത്തിനകത്ത് എന്റെ ജീവിതത്തിലുണ്ടായി. ആ ഷോക്ക് ഉണ്ടായി ഒക്കെ അദ്ദേഹത്തോടെ ഒക്കെ അവിടെ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വീണ്ടും സംസാരിക്കാനായിട്ട് തുടങ്ങി. ബ്രദർ, ഞാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, ബ്രദർ, ഐ വാണ്ട് ടു സീ യു ഡേ ഫോർ യെസ്റ്റർഡേ ബൈ 9:30 യു ഹാവ് എ സ്പെഷ്യൽ മെസ്സേജ് ഫോർ യു എന്ന് പറഞ്ഞു. ഞാൻ ആകെപ്പാടെ പറഞ്ഞു. വീണ്ടും ഒരു പ്രാവശ്യം വന്ന് വീണ്ടും വരുവാനായിട്ട് അദ്ദേഹം കാൾ ചെയ്തു. എനിവേ ഞാൻ അങ്ങനെ യാത്ര പറഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ സമയങ്ങളിൽ 2nd ഫ്ലോറിലാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കൈ എന്റെ പോക്കറ്റിലേക്ക് പോവുകയും ആദ്യമേ മാച്ച് ബോക്സ് ഞാൻ ഇങ്ങനെ എടുത്തെറിയുകയും ചെയ്യുന്നു. രണ്ടാമത് വീണ്ടും അവിടെ താഴോട്ടിറങ്ങിയ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് വീണ്ടും 1/2 പാക്കറ്റ് സിഗരറ്റ് ഇങ്ങനെ വലിച്ചെറിയുന്നു. ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ഈ സിഗരറ്റും മാച്ച് ബോക്സും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു, എടുത്തെറിഞ്ഞു കളഞ്ഞു. അതിനുശേഷം ഞാൻ സാധാരണ ഒരു കേസിൽ എന്റെ കയ്യിൽ സിഗരറ്റ് ഇല്ലെങ്കിൽ ഞാൻ ഒരാളിനോട് ചോദിച്ചു വാങ്ങിച്ച് വലിക്കുന്ന ഒരു അനുഭവക്കാരനായി മുന്നോട്ട് വന്നു. അപ്പൊ അന്ന് രാത്രിയിൽ ഞാൻ വീട്ടിൽ വന്ന സമയങ്ങളിൽ ആഹാരം കഴിച്ചപ്പോൾ സിഗരറ്റ് വലിക്കുന്നില്ല. വൈഫ് ചോദിച്ചു, ഇന്ന് എന്താ പറ്റി, എവിടെ വരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു വ്യക്തിയെ കാണാനായിട്ട് പോയി, അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഈ സാധനം ആരെങ്കിലും വലിക്കുന്ന 1 മൈലിന് അപ്പുറത്ത് വെച്ച് അതിന്റെ സ്മെല്ല് കണ്ടാലും എനിക്ക് ഉടനെ തന്നെ സഫോക്കേഷൻ ഉണ്ടാവും, ഉടനെ തന്നെ പ്രയാസപ്പെടും. അപ്പം ഈ അനുഭവം അദ്ദേഹത്തിന്റെ പേര് ജെയിംസ് ആൻഡ്രൂസ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസനാണ്. അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് ഒരു ലഘുലേഖ അദ്ദേഹത്തിന്റെ കയ്യിൽ ലഭിച്ചതിന്റെ ഫലമായി അദ്ദേഹം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ വലിയൊരു വേലക്കാരനായി ലോകത്തിന്റെ അമേരിക്കയിലേക്ക് വന്നത്. അദ്ദേഹം ന്യൂയോർക്കിൽ പോയ സമയത്ത് ഒരു രോഗിയെ സൗഖ്യമാക്കുന്ന ആ ന്യൂയോർക്ക് ടൈംസിനകത്ത് ആ ഫോട്ടോ സഹിതം കാണാൻ ഇടയായി. അപ്പൊ അങ്ങനെ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഡേ ആഫ്റ്റർ ടുമാറോ 9:30 ഞാൻ അവിടെ എത്തിയപ്പം അദ്ദേഹം പറഞ്ഞു, മുട്ടുമടക്കാൻ പറഞ്ഞു. എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു, ബ്രദർ, യു ആർ ഗോയിങ് ഫ്രം ദിസ് കൺട്രി, യു ആർ ഗോയിങ്, സ്പെഷ്യൽ ആയിട്ട് അദ്ദേഹം പറഞ്ഞു, യു ആർ ഗോയിങ് ഫ്രം ദിസ് കൺട്രി. ഞാൻ പറഞ്ഞു, ബ്രദർ എന്ന് തന്നെ വിളിച്ചു, ബ്രദർ, അതൊരിക്കലും ശരിയാവില്ല. കാരണം ഞാൻ ബോംബെ പട്ടണത്തിൽ എനിക്ക് അന്നത്തെ കാലഘട്ടത്തിൽ നല്ല ഹോൾഡ് ഉണ്ട്, നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. ഏത് കാര്യം വിചാരിച്ചാൽ ഇന്ന് നടക്കുന്ന ഒരു സംഭവമാണ്. എന്നെ ദുബൈയിലെയും ബഹ്റിനിലെയും ഷേഖന്മാര്, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഹോട്ടൽ അവിടെ ഉണ്ട്, അവരവിടെ താമസിക്കാനായിട്ട് വരും. ആ സമയങ്ങളിൽ ഞാനും അവരുമായിട്ടൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവർ എന്നെ 100 പ്രാവശ്യം വിളിച്ചതാണ് വരാനായിട്ട്. അവസാനം ഞാൻ അവരോട് പറഞ്ഞത്, നിന്റെ ഉപ്പിന്റെ വെള്ളം കുടിക്കാൻ ഞാൻ വരത്തില്ല, അതുകൊണ്ട് ഞാൻ ഒരിക്കലും വരാനായിട്ട് പോകില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ സംഗതി റിജക്ട് ചെയ്ത് പറഞ്ഞു. എഗൈൻ കർത്തദാസൻ പറഞ്ഞു, അല്ല ബ്രദർ, യു ആർ ഗോയിങ് ഫ്രം ദിസ് കൺട്രി, ദർ ഇസ് നോ ഡൗട്ട്,
പോകുന്നത് കുവൈറ്റിലേക്കാണെന്ന് പറഞ്ഞു. അപ്പം എനിക്കിവിടെ ഉന്നതമായ ജോലിയുണ്ട്, എൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ഥാനത്ത് ഞാൻ എന്ത് വിചാരിച്ചാലും ബോംബെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ഞാൻ ഗൾഫിലേക്ക് പോകും എന്നുള്ള ചിന്ത ഉണ്ടായി. അപ്പം അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല ബ്രദർ, പോകുമെന്ന് പറഞ്ഞു. എന്തായാലും കർത്താവിന്റെ കൃപയാൽ ഞാൻ നിശ്ചയിച്ച ആ സമയത്ത് തന്നെ, അദ്ദേഹം പറഞ്ഞ സമയത്ത് തന്നെ യാദൃച്ഛ്യമായി തന്നെ കുവൈറ്റിലേക്ക് പോകുവാനായിട്ട് അവസരമൊരുക്കി. അതാണ് ഞാൻ ഓർപ്പിച്ചത്. ഞാൻ 1957 കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം പ്രാർത്ഥിച്ച പ്രാർത്ഥന 20 വർഷത്തിന് ശേഷം, ആ പ്രാർത്ഥന 20 വർഷത്തിന് ശേഷം ഓൺ ദ സ്പോട്ടിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ചു. 20 വർഷത്തിന് ശേഷം എന്നെ അതിനകത്ത് കയറ്റി. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ഞാൻ കുവൈറ്റിലേക്ക് കടന്നുപോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്. കുവൈറ്റിലെ അവിടെ ചെല്ലുന്ന സമയങ്ങളിൽ കർത്താവിന്റെ ഒരു വലിയ വേലക്കാരനായി കർത്താവ് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അനേകർക്ക് ബ്രദറിനെ കൊണ്ട് പ്രയോജനപ്പെടും, അനേക കാര്യങ്ങൾ ചെയ്യും, അനേകരുടെ കണ്ണുനീരൊപ്പും, അനേകരെ ആശ്വാസം കൊടുക്കുവാനായിട്ട് ഇടയാകും എന്നൊക്കെ അദ്ദേഹം അന്ന് പ്രവചിച്ച് പറഞ്ഞു. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ പ്രവചനം എന്നും പറയുന്നത് എന്നെ സംബന്ധിച്ച് യാതൊരു രീതിയിലുള്ള എഫക്റ്റും ഉണ്ടാകുന്ന ഒരു സംഗതിയല്ല. പ്രവചനത്തിൽ വിശ്വസിക്കുന്ന കൂട്ടത്തിലുമല്ലായിരുന്നു. പ്രത്യേക കർത്തദാസന്റെ അന്നത്തെ ആ പ്രവചനം എൻ്റെ ജീവിതത്തിൽ നിറവേറിയപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും പ്രവചനത്തെക്കുറിച്ച് അത് സത്യമാണെന്ന് മനസ്സിലാക്കുവാനും അനേകരോട് ഈ പ്രവചനം ശരിയാണെന്ന് പറയുവാനും ദൈവം എന്നെ ഇടയാക്കി. അവിടെ ഞാൻ ഈ ബോംബെയിൽ ചെയ്തിരുന്ന പോലെ അവിടുത്തെ കുവൈറ്റ് മിനിസ്ട്രിയിൽ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പ്ലാനിംഗ് എഞ്ചിനീയർ ആയിട്ട് ഞാൻ ജോലി ചെയ്യും. ദൈവത്തിന്റെ വലിയ കൃപയാൽ അവിടുത്തെ ജോലിയൊക്കെ വളരെ വളരെ സുഖവും സന്തോഷകരവുമായ അവസ്ഥയാണ്. ഗവൺമെന്റിന്റെ എല്ലാ ഫെസിലിറ്റീസും എനിക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം എല്ലാ രീതിയിലും നല്ല ശമ്പളം കിട്ടുന്നുണ്ട്, നല്ല ചുറ്റുപാടുണ്ട്, കാറിന് കാറുണ്ട്, വീടിന് വീടുണ്ട്, എല്ലാ ചുറ്റുപാടുമുണ്ട്. അങ്ങനെ ഞാന് ദൈവവേലയോടുള്ള ബന്ധത്തിൽ കിട്ടുന്ന സമയം 1 മണി വരെയുള്ള ജോലിയേ ഉള്ളൂ. ആ സമയങ്ങളിൽ ഞാൻ കർത്താവിന്റെ ബാക്കിയുള്ള സമയങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്ത് ഇങ്ങനെ ക്യാമ്പുകളിൽ കടന്നു പോവുകയും ദുഃഖിതരായിട്ടും ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും ഇരിക്കുന്ന അനേകർക്ക് ആശ്വാസം കൊടുക്കുവാൻ, സമാധാനം കൊടുക്കുവാൻ, ദൈവവചനം പറഞ്ഞു കൊടുക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ ദൈവം എന്നെ ഇടയാക്കും. എനിക്ക് കുവൈറ്റ് മിനിസ്ട്രിയിൽ നിന്ന് കാറ് തന്നിട്ടുണ്ട്. കാർ ഫ്രീ ആണ്. 350 ലിറ്റർ പെട്രോൾ കിട്ടുമായിരുന്നു ഒരു മാസം. അതെല്ലാം കൂടുതലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് ദൈവം ഒരുക്കി. അനേക കർത്തദാസന്മാര് എന്റെ വാഹനത്തിൽ കയറി സഞ്ചരിച്ച് പോകുവാനായിട്ട് ഇടയാക്കി. ഓരോ 2 വർഷവും പുതിയ കാറാണെന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി. എൻ്റെ ഭാര്യ അവിടെ കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് സന്തോഷകരമായി സമാധാനപരമായി ഒരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സർവശക്തനായ ദൈവം ഇടയാക്കി. കിട്ടുന്നതിനകത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവഴിക്കാനായിട്ട് ദൈവം അവസരം തന്നു. അങ്ങനെ അനേകരെ കൈത്താങ്ങൽ കൊടുക്കുവാനായിട്ടും അനേകർക്ക് ഭവനമില്ലാത്ത ചില വ്യക്തികൾക്കൊക്കെ ഭവനം കൊടുക്കുവാനായിട്ടും കർത്താവിന്റെ വേലയിൽ ദേവാലയം പണിയേണ്ട ചില ആൾക്കാർക്കൊക്കെ ദേവാലയം പണിയുവാനായിട്ടുള്ള കൈത്താങ്ങൽ കൊടുക്കുവാനും ഒക്കെ അനേക കാര്യങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ചെയ്യുവാനായിട്ട് ആ സമയങ്ങൾ പോയിട്ടുള്ള സമയങ്ങൾ ഇടയാക്കി. അങ്ങനെ ഞാൻ മുന്നോട്ട് കടന്നു പോകുന്ന സമയങ്ങളിൽ 1990 വന്നു. 90 അവിടെ കുവൈറ്റ് ആക്രമിക്കപ്പെട്ട കാലഘട്ടമായിരുന്നു. ഇൻവേഷന്റെ കാലഘട്ടമായിരുന്നു. ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച് മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ അന്ന് ഞാൻ അവിടുത്തെ ഇന്ത്യൻ സ്കൂളിന്റെ ബോർഡ് മെമ്പറായിരുന്നു. ഇന്ത്യൻ സ്കൂളിന്റെ ബോർഡ് മെമ്പറായിരിക്കുമ്പം അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആയിരുന്നു കഴിഞ്ഞ ലോകത്തോടെ യാത്ര പറഞ്ഞ ടൊയാറ്റോ സണ്ണി എന്ന് പറയുന്ന കർത്തദാസൻ. അദ്ദേഹത്തെ എല്ലാവരും അറിയും. അദ്ദേഹവും ഞാനും കൂടെ ഒക്കെ ചേർന്നാണ് അന്ന് ആ സ്കൂളിന്റെ കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അനേക ആൾക്കാരെ ഷെൽട്ടർ കൊടുക്കുവാനായിട്ട്, കൈത്താങ്ങൽ കൊടുക്കുവാനായിട്ട്, നാട്ടിലേക്ക് പറഞ്ഞയക്കുവാനായിട്ടൊക്കെ അന്ന് സർവശക്തനായ ദൈവം ഒരു അവസരത്തെ എനിക്ക് തന്നു. അനേകര് ഭാരപ്പെട്ട് ആഹാരമില്ലാതെ ഭാരപ്പെട്ട് അനേകർക്ക് അവിടെ ആഹാരം കൊടുക്കുവാനായിട്ടും അവർക്ക് കൈത്താങ്ങൽ കൊടുത്ത് അവരെ ബസ്സിനകത്ത് കയറ്റി വിടുവാനായിട്ടുള്ള സാമ്പത്തികം കൊടുക്കുവാനായിട്ടൊക്കെ ആ സമയങ്ങൾ ഇടയാക്കി. അതിനുശേഷം എല്ലാവരും പോയതിനു ശേഷമാണ് ഞാൻ നാട്ടിൽ നിന്ന് കുവൈറ്റിന്റെ മണ്ണിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് യുദ്ധം അവസാനിക്കുകയും വീണ്ടും കമ്മ്യൂണിക്കേഷൻ മിനിസ്ട്രി വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആ ഗവൺമെന്റിന്റെ വാഞ്ചയോടുകൂടി അനേക ഇന്ത്യക്കാർ ജോലി ചെയ്ത സ്ഥാനത്ത് 25 പേരെ മാത്രം അവർ സെലക്ട് ചെയ്ത് വിളിച്ച കൂട്ടത്തിൽ ഞാനും ആ കൂട്ടത്തിൽ ഉൾപ്പെടുകയും അങ്ങനെ വീണ്ടും 91 വീണ്ടും കുവൈറ്റിലേക്ക് കടന്നു പോവുകയും
അവിടെ നേരത്തെ ഓർമ്മിച്ച പോലെ ജോലികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും കർത്തൃവേലയിൽ മുന്നോട്ട് പോവുകയും അവിടെ ചില കർത്താവിന്റെ വേലയിൽ ചില ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവത്തിൽ കൂടെ മുന്നോട്ട് പോയി. ഒരു ദിവസം 1998 ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഏകനായിട്ട് വീട്ടിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ശക്തമായിട്ട് ഇടപെട്ടിട്ട് ഞാനിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരും എന്നെ ശല്യപ്പെടുത്താനില്ല. ആ ശല്യപ്പെടുത്താനില്ലാതിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യങ്ങൾ ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നുണ്ട്. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 7, 8, 9 വാക്യം. ആ വാക്യം എങ്ങനെയാണ്? ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കാം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും ഗണിയിലും കുടുങ്ങും എന്ന വാക്യം ആവർത്തിച്ച് 3 പ്രാവശ്യം ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കാനിടയായി. അപ്പൊ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങള്, അവൾ വളരെ ചെറുതാണ്, അവർ പഠിക്കുകയാണ്. ഈ വാക്യങ്ങൾ കേട്ടപ്പോൾ പിന്നെ പുറന്നോട്ട് നോക്കുവാനായിട്ട് ഞാൻ ചിന്തിച്ചില്ല. മുന്നോട്ട് നോക്കാനായിട്ട് ദൈവം തന്ന ആലോചന നിഷേധിക്കാതെ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹപ്രകാരം അന്ന് ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് എടുത്ത തീരുമാനമായിരുന്നു ആ ജോലി രാജിവെക്കുക. ആ ജോലി രാജിവെക്കാനായിട്ട് കത്തെഴുതി എൻ്റെ ബോസിന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അദ്ദേഹം അത് വാങ്ങിച്ചില്ല, റിജക്ട് ചെയ്യുന്ന അനുഭവത്തിലേക്കാണ് വന്നത്. ഞാൻ പറഞ്ഞു, അതിനുശേഷം പിന്നെയും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഞാനത് കൊണ്ടു കൊടുത്തു. 3-ാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം. എന്നെ രക്ഷിച്ച, എന്നെ വിടുവിച്ച, എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ റിസൈൻ തന്നത്. അപ്പം അങ്ങനെ പറഞ്ഞ സമയത്ത് മാത്രമാണ് പിന്നെ ആ പുള്ളി അത് സ്വീകരിക്കാനിടയായി. ആ റിസൈനേഷൻ കൊടുത്താൽ മാത്രമേ എൻ്റെ കൂട്ടുകാരൻ്റെ ഓഫീസിൽ ജോലി ചെയ്ത ആൾക്കാരെല്ലാം പറഞ്ഞു, ഈ മനുഷ്യൻ ഭ്രാന്തനാണ്. കാരണം ഇത്രമാത്രം ഫെസിലിറ്റിയും ഇത്രമാത്രം ശമ്പളവും ഇത്രമാത്രം ചുറ്റുപാടും ഒക്കെ ഉള്ള ഒരു വ്യക്തി ഒരു കാരണമില്ലാതെ ജോലി രാജിവെക്കാന്ന് പറയുന്നത് ഇദ്ദേഹം ഭ്രാന്തനാണ്. അപ്പൊ അവരെല്ലാം എന്നെ കളിയാക്കി. ഞങ്ങൾ ഭ്രാന്തന്മാരെ കണ്ടിട്ടുണ്ട്, ഇതുപോലൊരു ഭ്രാന്തനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് കാര്യം? അതും 2 കുഞ്ഞുങ്ങൾ പഠിക്കുകയല്ലേ, അവർക്ക് പഠിക്കാനായിട്ട് സാമ്പത്തികം വേണ്ടായി, അവരെ ഒരു പ്രൊഫഷണൽ ആക്കണ്ടായി നിങ്ങൾക്ക്. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ജോലി രാജിവെച്ചു കഴിഞ്ഞാൽ എങ്ങനെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്ന് അവരെന്നോട് ചോദിക്കാൻ തുടങ്ങി. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് കുഞ്ഞുങ്ങളെ തന്ന ദൈവമാ, ഞാനല്ല. എന്റെ ഉത്തരവാദിത്വം കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളാണ് ദൈവത്തെ തന്നത്. അപ്പൊ ആ കുഞ്ഞുങ്ങൾ എന്താകണം, ഏത് രീതിയിൽ പോകണം, ഒരു പ്രൊഫഷനിൽ പോകണോ അല്ലാതെ പോകണോ, വേറെ ഏതെങ്കിലും അത് ദൈവം നോക്കിക്കോളും. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഭാരമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എന്നെ ഭ്രാന്തനാണെന്ന് മറ്റുള്ളവരുടെ മുൻപിൽ ചിത്രീകരിക്കരുത് എന്ന് ഞാൻ അപേക്ഷയോടെ പറയുന്നു പറഞ്ഞു. അപ്പം അവര് വീണ്ടും ഈ എന്നെ കുറിച്ചുള്ള ക്രിറ്റിസൈസും പറയുമായിരുന്നു. കാരണം ഒരാൾ ജോലി ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ജോലി സ്ഥലത്തുണ്ടാകണം. ഈ ഫെസിലിറ്റി, ഇത്രയും ഫെസിലിറ്റീസും കാര്യങ്ങളും, ഉന്നതമായ ശമ്പളം വാങ്ങിക്കുന്ന, ഉന്നതമായ ചുറ്റുപാടുണ്ട്, ഇതെല്ലാം കളഞ്ഞിട്ട് പോകാന്ന് പറയുന്നത് ഈ തലയ്ക്ക് വട്ടല്ലാതെ വേറൊന്നുമില്ല എന്നാണ് അവരുടെ നിഗമനം. ഞാൻ അവരോട് ഇത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. എന്റെ ദൈവം എന്റെ കുഞ്ഞുങ്ങളെ ഏത് രീതിയിലാക്കണം ആ രീതിയിൽ അവരാക്കിക്കോളും. എന്റെ ആഗ്രഹമായിരുന്നു, ആദ്യത്തെയുള്ള ആഗ്രഹമായിരുന്നു, എന്റെ മോൻ പഠിച്ചിട്ട് കുവൈറ്റിൽ കൊണ്ടുവന്ന് എനിക്കൊരു ജോലി ആക്കണം. കാരണം ദൈവകൃപയിൽ ഞാൻ അനേകർക്ക് കുവൈറ്റിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാനായിട്ടൊരു അവസരം എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് വരുന്നവരൊക്കെ അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു വരുന്നത്. അപ്പൊ അവരോടൊക്കെ ഞാൻ ഈ ജോലി ഇല്ലാത്ത ആൾക്കാരെ കുറിച്ചൊക്കെ പറയും. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ എൻ്റെ കുടുംബത്തിൽ തന്നെ 10-14 പേരെ ഞാൻ ആ കുവൈത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുപോയി. അതുകൂടാതെ എൻ്റെ മിനിസ്ട്രി തന്നെ ഏതാണ്ട് 180 ചില്ലാനും ആൾക്കാരെ അവിടെ എൻ്റെ മിനിസ്ട്രി തന്നെ കൺസൾട്ടന്റ് വഴിക്ക് വേണ്ടി ഞാൻ പരിശ്രമിച്ച് അവരെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവം തമ്പുരാൻ നോക്കിക്കൊള്ളും. അവരെ ദൈവകൃപയാൽ ഇന്ന് പാസ്റ്ററോട് പറഞ്ഞാൽ ഇന്ന് അവര് ഒരു 2 പേരും പ്രൊഫഷണൽ ആയിട്ട് ഇന്ന് അവർ ജോലി ചെയ്യുന്നു കാനഡയിൽ. അവർ കുടുംബമായിട്ട് കാനഡയിൽ താമസിക്കുന്നു. അപ്പം ദൈവം ഒരു മനുഷ്യനെ തള്ളിക്കളയത്തില്ല എന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ മനുഷ്യനെ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ മനുഷ്യനെ തള്ളിക്കളയത്തിൽ ഉത്തമ ബോധ്യത്തോടുകൂടെ ആയിരുന്നു അന്ന് ഞാൻ ഈ ജോലി രാജിവെച്ച് മുന്നോട്ട് പോയത്. അപ്പൊ അങ്ങനെ 1998 ജോലി രാജിവെക്കാൻ കത്ത് കൊടുത്തതിന് ശേഷം ഈ കത്ത് എന്നെ അപ്പോയിന്റ് ചെയ്ത സിവിൽ സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷനാണ് കുവൈറ്റിലുള്ളത്. അപ്പം സിവിൽ സർവീസ് കമ്മീഷനിൽ നിന്ന്
എനിക്കൊരു ലെറ്റർ കിട്ടി, നിങ്ങളുടെ ഗ്രാറ്റുവിറ്റിയും ബാക്കിയുള്ള ബെനിഫിറ്റ് ഒക്കെ നിങ്ങൾ ചെയ്ത അതിന്റെ ശമ്പളം ബാക്കി കിട്ടണമെങ്കിൽ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ഈ സിവിൽ സർവീസ് കമ്മീഷനിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഒരു ലെറ്റർ എനിക്ക് തന്നു. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ഇറാഖ് കുവൈത്തിൽ കയറി ഓഫീസിൽ വെച്ചിരുന്ന സകല സാധനങ്ങൾ ഒരു നശിപ്പിച്ചു കളഞ്ഞതിന്റെ ഫലമായിട്ട് ഒറിജിനൽ ആയിട്ടുള്ള ഒരു സംഗതികൾ എനിക്ക് മാത്രമല്ല അനേകർക്ക് അവിടെ ഇല്ലാതായി. അപ്പം കോപ്പി സിവിൽ സർവീസ് കമ്മീഷൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതിന്റെ ഒറിജിനൽ തന്നെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ളത് തരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് കുവൈറ്റ് ഗവൺമെന്റ് റൂളാണ്, നിയമമാണ്. അപ്പം അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് ആ ലെറ്റർ കിട്ടിയ ഒരു ഡയറക്ടർ, സയൻസ് ഡയറക്ടർ ഉണ്ട്, ഞാൻ ആ ഡയറക്ടറെ പോയി കണ്ടതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞു, ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അന്ന് ഇറാഖ് കയറിയപ്പോൾ അവരിത് മേശയ്ക്കകത്തുനിന്ന് എടുത്തോണ്ട് പോയി, ഇനി എവിടുന്ന് ഇത് കിട്ടാനാ, ഇതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്, ആ കോപ്പി തരാം, കോപ്പി അക്സെപ്റ്റബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഇത്രയും നാൾ ഇവിടെ ജോലി ചെയ്തിട്ട് ഞാൻ എങ്ങനെ വെറും കൈയായിട്ട് പോകണമോ? അത് എനിക്കറിയത്തില്ല, ഇത് കുവൈറ്റിന്റെ റൂളാണ്, കുവൈറ്റിന്റെ നിയമമാണ്, ഈ നിയമത്തെ മറികടക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് അവർ പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ദൈവത്തെ വിളിക്കുന്ന ഒരു ദൈവ പൈതലാണ്, ഞാൻ നിങ്ങൾക്കും ഈ രാജ്യത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, ഇതിന്റെ ഭരണാധിപന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ദേശത്തിന്റെ നന്മയാണ് എന്റെ ജീവിതത്തിൽ ഇന്നയോളം അനുഭവിച്ചത്, ഞാൻ മാത്രമല്ല എന്നെ പോലുള്ള അനേക ആൾക്കാർ. അതുകൊണ്ട് ഇനി ഞാൻ ഈ മണ്ണിൽ നിന്ന് പോകുമ്പോൾ ഞാൻ വെറും കൈയായിട്ട് പോകണമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, മിസ്റ്റർ അബ്രഹാം, ഐ കനോട്ട് ഡു എനിത്തിങ്, വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു, നത്തിങ്, ആൻഡ് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ടും അവിടെ തന്നെ നിന്നിട്ട് ഞാൻ അവരോട് ഒരു കാര്യം ചോദിച്ചു, ഈ നിയമത്തെ ആർക്ക് മാറ്റി എഴുതാനായിട്ട് പറ്റും, ഈ ഗവൺമെന്റിന് ആരാണ് അതിന്റെ അധികാരി എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞത്, ഇതിനൊരു പ്രസിഡന്റ് ഉണ്ട്, സിവിൽ സർവീസ് കമ്മീഷൻ ഒരു പ്രസിഡന്റ് ഉണ്ട്, അതിന്റെ കീഴിലാണ് മന്ത്രി വിചാരിച്ചാൽ ഈ റൂൾ മാറ്റാനായിട്ട് പറ്റത്തില്ല, പ്രസിഡന്റ് തന്നെ വിചാരിച്ചെങ്കിൽ മാത്രമേ ഈ നിയമത്തെ മാറ്റി എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് എടുത്ത് പ്രസിഡന്റുമായിട്ട് തരാമോ എന്ന് ചോദിച്ചു. അപ്പം അവരെന്നോട് പറയുന്ന വാചകം, ആസ് എ ഡയറക്ടർ ഐ കനോട്ട് സീ ദ പ്രസിഡന്റ്, പിന്നെ ഹൗ ക്യാൻ യു, നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും, എങ്ങനെ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് തരാനായിട്ട് പറ്റും എന്ന് എന്നോട് അവർ തിരിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു, എവറിത്തിങ് ഈസ് പോസിബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഗോഡ് സാർ, എല്ലാം സാധിക്കും ദൈവത്താൽ. ഞാൻ അങ്ങനെ തന്നെ അവരോടൊപ്പം, ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല, അതുകൊണ്ട് ദൈവത്താൽ സാധിക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു വാക്ക് ഏതെങ്കിലും രീതിയിൽ കൂടെ പറയാമെങ്കിൽ അത് വളരെ അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇവരോട് പറയുന്നതിന്റെ പേരിൽ ഇവർ പറഞ്ഞു, മിസ്റ്റർ എബ്രഹാം, യു പ്ലീസ് ഗോ, ഞാൻ അവരുടെ ഒരു നമ്പർ തന്നു, ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞു. ഞാൻ തുടർന്ന് വന്നിരുന്ന മുട്ടുമേൽ നിന്നുകൊണ്ട് ദൈവത്തോട് പറയാനായിട്ട് തുടങ്ങി, ദൈവമേ, ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടിയിച്ചപ്പോൾ അവർക്ക് കിട്ടാനുള്ള അവകാശവും അതിലധികമായി നീ കൊടുത്തയച്ചെങ്കിൽ ഈ രാജ്യത്ത് എന്റെ ചോരയും നീരുമൊഴുക്കിയിരിക്കുന്ന ഈ രാജ്യത്ത് നിന്ന് ഞാൻ വെറും കൈയായി പോകാൻ നീ അനുവദിക്കത്തില്ല എന്ന് എനിക്ക് പൂർണ്ണമായ നിശ്ചയമുണ്ട്. കർത്താവേ, അതിനുള്ള വഴികളെ തുറക്കണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ പറഞ്ഞ ഒരു സമയത്ത് വീണ്ടും ഞാൻ ടെലിഫോൺ ചെയ്യാനായിട്ട് തുടങ്ങി. അവരോട് ഫോൺ ചെയ്ത് സംസാരിച്ചു. അപ്പം അവർ പറഞ്ഞൊരു സ്ത്രീ, യുവർ ഗോഡ് ഈസ് എ ബിഗ് ഗോഡ്, യു ഗോട്ട് ആൻ അപ്പോയിന്റ്മെന്റ് വിത്ത് പ്രസിഡന്റ്. ഞാൻ ഗ്ലോറി, ദൈവത്തെ സ്തോത്രം 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 എന്ന് ഉറക്കെ പറഞ്ഞു അവിടെ. അപ്പം ഡേ ആഫ്റ്റർ ടുമാറോ 9:30 യു ഹാവ് ആൻ അപ്പോയിന്റ്മെന്റ് വിത്ത് പ്രസിഡന്റ്. ആ പ്രസിഡന്റുമായിട്ട് കാണാനായിട്ട് ആ പറഞ്ഞ സമയത്ത് തന്നെ എന്നെ അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ലെറ്റർ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ കാണിച്ചു. സെക്രട്ടറി ഉടനെ പോയി അകത്ത് പോയി അദ്ദേഹത്തോട് പറഞ്ഞു, സുഹാൻസോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു, കയറി വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ കയറി ചെന്നപ്പം ഞാൻ അദ്ദേഹത്തെ വിഷ് ചെയ്തു, അദ്ദേഹം എന്നെയും വിഷ് ചെയ്തു, എന്നോട് പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്നു. എന്നിട്ട് എൻ്റെ കയ്യിൽ എൻ്റെ ഗ്രാറ്റുവിറ്റി കിട്ടത്തില്ല എന്ന് പറഞ്ഞ ലെറ്റർ ഞാൻ അദ്ദേഹത്തെ കാണിച്ചു. ഞാൻ അദ്ദേഹത്തോട് കാണിച്ചതിന് ശേഷം അദ്ദേഹം അത് വായിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ, ഞാൻ ഈ രാജ്യത്ത് വരുമ്പോൾ ഇത്ര ടെലിഫോൺ എക്സ്ചേഞ്ച് മാത്രമേ ഈ രാജ്യത്തുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഇത്ര എക്സ്ചേഞ്ച് ഉണ്ട്. ഈ യൗവനത്തിൽ ഞാൻ ഇവിടെ വന്നു, എന്റെ ചോരയും നീരും ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി ഒഴുക്കി. തന്നെയല്ല, ഞാൻ നിങ്ങൾക്കും ഈ രാജ്യത്തിലെ എല്ലാ ഭരണാധിപർക്കും വേണ്ടി ഞാനും എൻ്റെ കുടുംബവും അനേക ദൈവമക്കളും ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വീണ്ടും ഞാൻ അദ്ദേഹത്തെ ഓർപ്പിച്ചു, ഈ രാജ്യം വേറൊരു രാജ്യത്തിന്റെ അടിമയായി മാറ്റപ്പെട്ട സമയത്ത് സാർ വിചാരിക്കുന്നുണ്ടോ അമേരിക്കൻ പട്ടാളത്തിന്റെ കഴിവാണെന്നോ അമേരിക്കൻ ഡോളറിന്റെ വിലയാണെന്നോ
എന്ന് ഒരു പക്ഷേ സാറ് വിചാരിച്ചായിരിക്കാം. ഞങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ അനേക ദൈവമക്കൾ ഈ മണ്ണിൽ മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിച്ചതിന്റെ ഫലമാണ് ഈ രാജ്യം വേറെ രാജ്യത്തിന് അടിമയായി പോയെങ്കിലും അവിടുന്ന് വിടുവിക്കാനായിട്ട് ഇടയായത്. അദ്ദേഹം ഇതൊക്കെ ഞാൻ ഓർത്തു, ഞാൻ സുവിശേഷം പറയാനായിട്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തെ വിളിക്കുന്ന വ്യക്തിയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ദൈവത്തോട് ഞാൻ മാത്രമല്ല അനേക ദൈവമക്കള് ഈ മണ്ണിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന. അപ്പൊ ഇതൊക്കെ അവരോട് പറയുമ്പോൾ ഒരുപക്ഷെ എന്നെ പിടിച്ച് ജയിലിനകത്തിടാം, അല്ലെങ്കിൽ എന്നെ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്യാം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് സംഭവിക്കുന്നത്. ഞാൻ എന്തായാലും ഞാൻ ധൈര്യപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നുപോയി. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, സമാധാനമായി അദ്ദേഹം കേട്ടു. എന്റെ ലെറ്റർ വായിച്ചതിന് ശേഷം അവസാനം പറഞ്ഞു, മിസ് എബ്രഹാം, ലെറ്റ് മീ സീ വാട്ട് ഐ കൻ ഡു ഫോർ യു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും അത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ചിരുന്ന് കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം, മലയാളത്തിൽ പറഞ്ഞു ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ നിന്ന് എന്താ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയേണ്ട വഴിക്ക് വേണ്ടി ഈ ലിഫ്റ്റിന്റെ അടുത്ത് ചെന്ന് ഞാൻ ആരാ സൈൻ ചെയ്യുന്ന അദ്ദേഹത്തിന് അറിയാം. ആ സെക്രട്ടറിയോട് പറഞ്ഞിട്ട് ഈ സൈൻ ചെയ്ത ഡയറക്ടറെ വിളിക്കുക ചെയ്തു. വിളിച്ചിട്ട് ആ വ്യക്തി അകത്ത് പോയി തിരിച്ചു വരുന്നവരെയും ഞാൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ സാറേ പ്രസിഡന്റ് പറഞ്ഞത്? അപ്പം പറഞ്ഞു, റൂള് ചേഞ്ച് ചെയ്യാൻ, റൂള് മാറ്റി എഴുതാൻ, നടക്കത്തിൽ എന്ന് പറഞ്ഞ റൂള്, ഒരു രാജ്യത്തിന്റെ റൂള് മാറ്റി എഴുതാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ പ്രസിഡന്റ് കൂടെ ഈ ഡയറക്ടർക്ക് ആഹ്വാനം കൊടുക്കുക. അങ്ങനെ ആഹ്വാനം കൊടുത്തതിന്റെ ഫലമായിട്ട് ഞാൻ എനിക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ മൊത്തമായിട്ട് കിട്ടുവാനായിട്ട് തന്നെയല്ല, ഞാൻ നേരത്തെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കളും ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവർക്ക് കിട്ടാനുള്ള അധികം ശമ്പളം കൂടെ അവർ വാങ്ങിച്ചുകൊണ്ട് പോയതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യാതെ തന്നെ ഒരു 9-10 മാസത്തെ ശമ്പളം കൂടെ അധികം എനിക്ക് ലഭിക്കാനായിട്ടിടയായി. എനിക്ക് കിട്ടാനുള്ള അവകാശത്തിൽ കൂടുതലായിട്ട് എനിക്ക് അവിടെ കിട്ടാനായിട്ട് അതിന് റൂള് അദ്ദേഹം പ്രസിഡന്റ് തന്നെ ഉണ്ടാക്കി. ഇത്ര വർഷം സർവീസ് ചെയ്യുന്ന ആളിന് ഇത്ര മാസത്തെ അധികം ശമ്പളം കൊടുക്കണം എന്ന്. തന്നെയല്ല, ഇത്ര ദിവസം ലീവ് ഉണ്ടെങ്കിൽ 1 മാസത്തെ ലീവിന്റെ ശമ്പളം മാത്രം കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് എത്ര ലീവ് ഉണ്ടോ അത്രയും ലീവിന്റെ ശമ്പളം കൊടുക്കും. അപ്പൊ ജോലി ചെയ്യാതെ എനിക്ക് 9-10 മാസത്തെ ശമ്പളം തരുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തി കൂടെ ഇടയായി. അങ്ങനെ അദ്ദേഹം റൂള് മാറ്റി എഴുതിയതിന്റെ ഫലമായി എന്റെ അനവധി അനുമതി അവിടത്തെ ഗവൺമെന്റ് ഓഫീഷ്യൽസ് ആയിട്ട് ജോലി ചെയ്ത ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ നേഴ്സുമാരും ഒക്കെ കിട്ടാനുള്ള ബാധ്യതയെല്ലാം അവിടെ കളഞ്ഞേച്ച് യാത്ര ചെയ്ത സമയമാണ്. അപ്പൊ എന്റെ പുറകിൽ കുറെ അധികം ആൾക്കാർ നിൽപ്പുണ്ട്. ഈ ഏബ്രഹാമിന്റെ കാര്യം എന്താകുമെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അനേക ആൾക്കാരുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതിരിക്കുക. അപ്പം അവരുടെ ഈ ബെനിഫിറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് എന്റെ കാര്യം ആദ്യമായിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് കിട്ടുന്നെങ്കിൽ നമുക്കും കിട്ടും എന്ന് അവർ വിചാരിച്ചു. കാരണം ഇനി പോകുന്ന ആൾക്കാർക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കോപ്പിയും ചോദിക്കാതെ അവർക്ക് കൊടുക്കാനുള്ള അവകാശങ്ങൾ മൊത്തം കൊടുത്തിരിക്കണം എന്നാണ് ഓർഡറിനകത്തുണ്ടായിരുന്നത്. അങ്ങനെ അനേക ആൾക്കാർക്ക് ദൈവത്തിന്റെ കൃപ കൊണ്ട് മോശെ മിസ്രൈമിലേക്ക് അയച്ച് അനേക ആൾക്കാരെ വിടുവിച്ചു എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഈ ഒരു സംഗതിയിൽ അനേക ആൾക്കാർക്ക് ആശ്വാസം കൊടുക്കുവാൻ അവിടെ ബെനിഫിറ്റ് തിരിച്ചു വാങ്ങിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. അതിനുശേഷം എനിക്ക് ലാസ്റ്റ് മൊമെന്റിലാണ്, ഞാൻ ഓഗസ്റ്റ് മാസം 31-ാം തീയതി നാട്ടിലേക്ക് വരുന്ന അന്നാണ് എനിക്ക് കിട്ടാനുള്ള അവകാശങ്ങളൊക്കെ ബാങ്കിൽ വന്ന് അതിന്റെ ഡ്രാഫ്റ്റ് എടുത്തുകൊണ്ട് ഞാൻ തിരികെ നാട്ടിലേക്ക് വരുന്നത്. നാട്ടിലേക്ക് വന്ന ആ സമയം മുതൽ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ബാക്കിയുള്ള ആൾക്കാരുമായിട്ടുള്ള കൂടുതൽ കോണ്ടാക്ട് ഇല്ല. ഏതാ ചെയ്യേണ്ടതെന്നും വ്യക്തമായിട്ടൊക്കെ അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലരൊക്കെ ഇങ്ങനെ വന്നതിന്റെ പേരിൽ നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് പോകാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചോണ്ട് പോയി. അങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. അങ്ങനെ പ്രാർത്ഥനയും എവിടെ വിളിക്കുന്നു അവിടെ പോവുക, ഈ പറഞ്ഞ പോലെ ചെറിയ സാക്ഷ്യം പറയുക, പ്രാർത്ഥിക്കുക, തിരിച്ചു പോരുക. ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടു, നിന്നെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോൾ അങ്ങനെ മാത്രം പോകാനല്ല, ഈ ദൈവത്തെ അറിയാത്ത ചില ആൾക്കാരുടെ ഭവനങ്ങളിലോ മറ്റുള്ളവരിലേക്കോ പോയി ദൈവത്തെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം, നിന്റെ ജീവിതത്തിന്റെ അനുഭവത്തെ ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഒരു രോഗികളുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവിനോട് പറയാനുള്ളത്. ഒരു ദിവസം അപ്പൊ എനിക്കൊരു ജനസമ്പർക്കം വേണമെന്ന് വിചാരിച്ചു ഞാൻ ഒരു സൈക്കിൾ വാങ്ങിച്ചു. അങ്ങനെ ഞാൻ സൈക്കിളിലേക്ക് എന്റെ തേവലക്കര എന്ന പ്രദേശത്ത് നിന്ന് സൈക്കിൾ ചവിട്ടി പോയപ്പോൾ ഒരു വീടിന്റെ വാതിക്കൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ അവിടെ ഇറക്കി.
ഇറക്കിയിട്ട് അകത്തോട്ട് എന്നെ ഒരു തള്ളു തരുന്ന പോലെ എന്നെ തള്ളി അകത്തോട്ട് കയറാനായിട്ട് പറഞ്ഞു. അവിടെ പ്രായമായ ഒരു അപ്പച്ചനും അമ്മച്ചും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ ചെന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എന്നെ അറിയുമോ അച്ചായാന്ന് ചോദിച്ചു. പറഞ്ഞു, ഇയാള് ഏതാ? ഞാൻ പറഞ്ഞു, ഇന്നടുത്ത വീട്ടിലെ ആരുടെ മോനാ? ഞാൻ ഇന്നാരുടെ മോനാ എന്ന് പറഞ്ഞു. എന്നാ ഇയാളങ്ങ് കുവൈറ്റിലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ കുവൈറ്റിലായിരുന്നു അച്ഛാ, എല്ലാം കഴിഞ്ഞ് ഞാനിങ്ങ് വന്നു. ഇപ്പൊ എന്തോ ചെയ്യുന്നു? ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അപ്പം എന്നെ ദൈവാത്മാവ് ഓർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നതെന്ന് പറഞ്ഞു. അപ്പം കണ്ടില്ലേ, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്, ഭാര്യയും ഭർത്താവും. അവര് കുറച്ച് ഏജ്ഡായി. അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ കിടന്ന് ഷേക്ക് ചെയ്യും. ഭാര്യയ്ക്കാന്നൂരിൽ 5 ബ്ലോക്കാണ്. ഈ 5 ബ്ലോക്കിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന 1 മാസത്തിൽ കൂടുതൽ ജീവിക്കത്തില്ല. 1 മാസമാണ് ഡോക്ടർ കാലാവധി കൊടുക്കുന്നത്. അതിന്റെ 21ാമത്തെ ദിവസമാണ് ഞാൻ ആ ഭവനത്തിലേക്ക് എത്തുന്നത്. അപ്പം രാത്രിയിൽ ശ്വാസം ഉണ്ടോ എന്ന് ഇദ്ദേഹം പോയി മൂക്കിൽ വെച്ച് നോക്കും, ശ്വാസം ഉണ്ടോ ഇല്ലെന്ന് കൈവച്ച് നോക്കും. മരിച്ചു കഴിഞ്ഞാൽ ഇടേണ്ട എല്ലാ സാധനങ്ങളും സൈഡിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ സഹോദരിയുടെ എല്ലാ കാര്യങ്ങളും, പാവാട, ബ്ലൗസ്, സാരി എല്ലാം വെച്ചിട്ടുണ്ട്. 2 പെൺമക്കളാണുള്ളത്. അവർ വിദൂരതയിലാണ്, അവർക്ക് പെട്ടെന്ന് വരാനായിട്ട് പറ്റില്ല. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കണ്ടില്ലേ, ഇതാണ് സംഭവം. അതുകൊണ്ട് മാസം 3000 രൂപയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നിട്ടും ഡോക്ടർ പറയുന്നത്, ഓപ്പറേഷൻ ചെയ്താൽ ചിലപ്പോൾ സക്സസ്, ചിലപ്പോ എന്നല്ല 90% സക്സസ് ആവത്തില്ല, 10% സക്സസ് ആവത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മരണം കാത്തു കിടക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ കർത്താവിനൊന്നും അസാധ്യമല്ല. ഏത് രോഗത്തെയും സൗഖ്യമാക്കാൻ, ഏത് പ്രതികൂലത്തെയും മാറ്റുവാൻ, ഏത് പോരാട്ടത്തെയും മാറ്റുവാൻ, ഏത് കഷ്ടതയും മാറ്റുവാൻ, തീച്ചുളിയും മാറ്റുവാൻ എന്റെ ദൈവത്തിന് സാധിക്കും അച്ചയ, അങ്ങനെ ഒന്ന് വിശ്വസിച്ചാട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ ബ്ലോക്കിനെ പൂർണ്ണമായി ദൈവം മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അച്ഛന് സംശയം ഉണ്ടെങ്കിൽ നാളെ തന്നെ കൊണ്ടുപോയി ഒന്ന് എക്സ്റേ എടുത്തു, അല്ലെങ്കിൽ ഡോക്ടറെ ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞു. ഞാൻ അത് തീർത്ത് പറഞ്ഞു, കർത്താവ് എന്നോട് പറഞ്ഞത് സൗഖ്യമായെന്ന്, ആ ബ്ലോക്ക് എല്ലാം 5 ബ്ലോക്ക് മാറിയെന്ന്. അതുകൊണ്ട് അച്ഛനൊന്ന് വിശ്വാസം ഇല്ലെങ്കിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. അദ്ദേഹം അങ്ങനെ തന്നെ പോയി നോക്കിയപ്പോൾ കർത്താവിന്റെ കൃപയാൽ ആ ബ്ലോക്ക് 5ഉം തമ്പുരാൻ മാറ്റി, പൂർണ്ണ ആരോഗ്യവതിയായി. പിന്നെ വർഷങ്ങളോളം ദൈവം അവർക്ക് നീട്ടിക്കൊടുത്തു. അവർ ജീവിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് തമ്പുരാൻ ഇടയാക്കി. ഇതാണ് എന്റെ ആദ്യത്തെ ശുശ്രൂഷയുടെ തുടക്കം. അപ്പം അതിനുശേഷം ആ വീട്ടിലൊരു നന്ദി, എനിക്ക് എന്തെങ്കിലും കുറച്ച് പൈസ തരണം എന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായി. അപ്പൊ ഞാൻ അവിടെ ചെന്ന സമയത്ത് എനിക്കൊരു ചായ പോലും തന്നില്ല, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ സാധാരണ അങ്ങനെ ഒരു ഭവനത്തിൽ കയറി ഞാൻ ചായ കുടിക്കാറില്ല, ഒന്നും അങ്ങനെ ചെയ്യാറുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞു. ഒരു ദിവസം എന്നെ ടെലിഫോൺ ചെയ്ത് വിളിച്ചു, ഇവിടം വരെ വരണം എന്ന് പറഞ്ഞു. ബേബുക്കുട്ടിക്ക് ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് തരണം എന്നൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട അച്ചായ, ദൈവം തമ്പുരാൻ എനിക്കെല്ലാം തന്നിട്ടുണ്ട്. എനിക്ക് കർത്താവ് പറഞ്ഞു ഉണ്ണാനും കൊടുക്കാനും എല്ലാം തന്നിട്ടുണ്ട്. ആ നിലയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ട് എനിക്കൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം, ഞാൻ ഊണാണ് ഒരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ ഒരു പൊതി എടുത്ത് എൻ്റെ കയ്യിലോട്ട് തന്നു. ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് വേണ്ട, ഇത് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ദൈവദാസന്മാരോ ചുറ്റുപാടുകളോ പള്ളിയോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊണ്ട് അവിടെ നിവൃത്തിയില്ലാത്ത ആർക്കെങ്കിലും കൊടുത്ത് അവരുടെ ആവശ്യം നിറവേറ്റുന്നത് പറഞ്ഞു. അല്ലാതെ ഇദ്ദേഹത്തിന് തന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, ദൈവത്തിന് കൊടുക്കുക, കർത്താവിന് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് എന്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കി എന്ന് പറയാൻ പറഞ്ഞു. എന്റെ കർത്താവ് എനിക്ക് വിടരുതെന്ന് പറയാൻ, കർത്താവിന്റെ രോഗത്തെ മാറ്റി എന്ന് പറഞ്ഞു. ഒരു മാസം 3000 രൂപ മെഡിക്കൽ സ്റ്റോറിൽ കൊടുത്തുകൊണ്ടിരുന്ന ആ മെഡിക്കൽ സ്റ്റോറിന്റെ ആ 3000 രൂപ മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങൾ ചെലവഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ വേണ്ടപ്പെട്ടവരെ എല്ലാം വിളിച്ചു, 35 വരെ വിളിച്ചു. അന്ന് ദൈവനാമം മഹത്വപ്പെടുത്തുവാനായിട്ട് അവർ സാക്ഷ്യം പറഞ്ഞു. കർത്താവ് വിളിച്ചു, രോഗത്തിന്റെ സൗഖ്യം എന്റെ കർത്താവ് തന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ആരോഗ്യമായി ജീവിക്കുന്നു എന്ന് പറയാനായിട്ട് ഇടയാണ്. അങ്ങനെ ഓരോ മാസവും ആ ദിവസം സൗഖ്യം കിട്ടിയ ദിവസം അവിടെ പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ അനേക ആൾക്കാർ വരാനായിട്ട് തുടങ്ങി, അനേക രോഗികളെ അവിടെ കൊണ്ടുവരാനായിട്ട് തുടങ്ങി. മെഡിക്കൽ കോളേജിൽ തള്ളിയ, എഴുന്നേൽക്കാൻ വയ്യാത്ത ചില രോഗികളെ കൊണ്ടുവന്നു. കർത്താവിന്റെ കൃപയിൽ അവരെ ദൈവം സൗഖ്യമാക്കി ആ ഭവനത്തിൽ നിന്ന് വിട്ടു. അപ്പൊ ചുറ്റുപാടെല്ലാം കാട്ടുതീ പോലെ പടർന്നു. അപ്പൊ അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും, എല്ലാ ഡിനോമിനേഷനിലുള്ള ദൈവദാസന്മാർക്കും ആകെപ്പാടെ പ്രശ്നമായി. ഇങ്ങനെ ഒരാള് ഭരിക്കുന്നല്ലോ, ഇങ്ങനെ ഒരാൾ എടുക്കുന്നല്ലോ, ഇദ്ദേഹത്തെ എങ്ങനെയാണ് ഔട്ട് ചെയ്യേണ്ടത് എന്ന് അവരിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. എന്നെ കുറിച്ച് ഓരോ ദുഷ്പ്രചരണങ്ങളും തടയാനായിട്ട് തുടങ്ങി. അങ്ങനെയെങ്കിലും അവിടെ പ്രാർത്ഥന തുടങ്ങുമ്പം ദിവസം ആൾക്കാർ കൂടി വരും. ആ ദിവസം ആൾക്കാർ കൂടി വരും. ആ വീട്ടിൽ കൊള്ളാത്തവണ്ണം
മുറ്റത്ത് ഒരു മാവുണ്ട്, മാവിന്റെ ചുവട്ടിൽ ധാരാളം ആൾക്കാർ വന്നിരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ മുറ്റം മൊത്തം നിറച്ച് ജനം അങ്ങ് നീങ്ങി നോക്കിയായിട്ട് കടന്നു വന്നു. അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ചു മുന്നോട്ട് വന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ തൊട്ടപ്പുറത്ത് ഒരു മാർത്തോമ പള്ളിയിൽ ഒരു വികാരി ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ ശത്രുതയിലായിരുന്നു. കാരണം അവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം ഈ പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു. അദ്ദേഹം ലാസ്റ്റ് ഒരു നിവർത്തിയില്ലാതെ എന്നെ ദുഷിച്ച് പറയുവാനായിട്ട് പുൽപ്പിറ്റ് നിന്നുകൊണ്ട് ദുഷിച്ച് പറയാനായിട്ട് ഇടയായി. നിങ്ങളുടെ സ്ത്രീകളെയൊക്കെ സൂക്ഷിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷവും ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. എന്നാൽ അതങ്ങനെ മുന്നോട്ട് ദൈവകൃപയാൽ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. വർഷങ്ങൾ അങ്ങനെ പിന്നിട്ടു. പിന്നെ എന്നെ വിളിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ദൈവവചനം പറയും. പള്ളിയിലായാലും കൂട്ടങ്ങളിലായാലും മറ്റ് ഇതിലായാലും സഭ വ്യത്യാസം തന്നെ, ഡിനോമിനേഷൻ വ്യത്യാസം തന്നെ. എവിടെ എന്നെ വിളിക്കുന്നോ അവിടെ പോയി കർത്താവിന്റെ വചനം പറയും, ദൈവം എന്നെ നടത്തിയ കാര്യങ്ങളെ പറയും. അതല്ലാതെ വേറൊരു ഡോക്ടറിൻ ഞാൻ അങ്ങും ഉപദേശിച്ചു കൊടുക്കാറില്ല, പറയാറുമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ കരം പ്രവർത്തിച്ച് ഇന്നും അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ അതിനുശേഷം എന്റെ ഭവനത്തിൽ തന്നെ ഒരു കുടിയേറം ഉണ്ടായി. ഈ പറഞ്ഞ പോലെ അനേക ദൈവദാസന്മാർ അവിടെ വന്ന് സൂക്ഷിക്കും. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഭവനത്തിനകത്ത് തന്നെ. നല്ല ഒരു 4 ബെഡ്റൂമുള്ള വീടാണ്. അത് നിറച്ച് ജനം വരും, പുറത്തും ആൾക്കാർ ഇരിക്കുമായിരുന്നു. അങ്ങനെ കർത്താവിൽ പ്രസിദ്ധരായ ദാസന്മാരെയൊക്കെ വിളിച്ച് ശുശ്രൂഷിക്കുന്നതിന്റെ ഫലമായി അവിടെ വലിയ വീര്യപ്രവർത്തികളൊക്കെ ദൈവം നടത്തിക്കൊണ്ടിരുന്നു. അതിന്റെ ഫലമായിട്ട് അനേകർക്ക് വിടുതൽ കിട്ടി, ആശ്വാസം കിട്ടി, സമാധാനം കിട്ടി ഒക്കെ കിട്ടി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കൊറോണയുടെ കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്നത്. കൊറോണയുടെ കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്ന ഈ സമയത്ത് കൊറോണ ബാധിച്ചു. ആ സമയത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ക്യാൻസർ എന്ന രോഗം ബാധിച്ചു. ബ്രസ്റ്റിൽ ക്യാൻസറായി. അപ്പം ക്യാൻസറായി ആളിനെയും കൊണ്ട് ഞാൻ ആസ്പത്രിയിലേക്ക് പോകേണ്ട വന്ന സമയത്ത് എൻ്റെ ഭവനത്തിലെ കൂടിവരവ് നിർത്തേണ്ടതായിട്ട് വന്നു. അങ്ങനെ കുറെ നാൾ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തു മുന്നോട്ട് കടന്നുപോയതിന്റെ ഫലമായിട്ട് ഈ കുടിവരവ് നടത്താനായിട്ട് പറ്റിയില്ല. എന്നിട്ട് അവിടെ വരുന്ന ആൾക്കാരോട്, സഹോദരിമാരോട് ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ദൂരെ നിന്ന് കർത്തദാസന്മാരൊക്കെ കടന്നു വരും, അവർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പൊ ഭക്ഷണത്തിന് കാര്യങ്ങളൊക്കെ ഞാൻ ക്രമീകരിച്ചോളാം, നിങ്ങൾ ഒന്ന് വിളമ്പി ശരിയായിട്ട് അവർക്ക് കൊടുത്താൽ മതി എന്നൊക്കെ അവരോട് പറഞ്ഞു. അപ്പൊ പലർക്കും അതിന് അതൃപ്തി. കാരണം അവർ കൂട്ടായ്മ കഴിഞ്ഞാൽ ഉടനെ ഓടണം, അതുകൊണ്ട് അവർക്ക് സമയമില്ല. അതിന്റെ ഫലമായിട്ട് പിന്നെ ഈ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഭാര്യ 2020 മരിക്കുന്നു. അതിന് മുൻപായിട്ട് ഒരു വലിയ അത്ഭുതം നടന്നു. ആ കേറും പറഞ്ഞതിന് ശേഷം ഇതിന്റെ ബാക്കി ഞാൻ പറയാം. എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ദൈവം നടത്തിയത്, ഞാൻ എൻ്റെ ഭവനത്തിൽ 2015 ഞാൻ പുറത്ത് ജോലിയിൽ ആയിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു വിയർപ്പ് എൻ്റെ ശരീരത്തിൽ കടന്നു വന്നു. കാര്യമായ വിയർപ്പെന്ന് വെച്ചാൽ ഒരിക്കലും വിയർപ്പ് അങ്ങോട്ട് മാറുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എൻ്റെ ശരീരത്ത് ഏതോ പ്രശ്നമുണ്ട്, ഹാർട്ടിന് ഏതോ പ്രശ്നമുണ്ടാന്ന് എനിക്ക് മനസ്സിലാകാൻ സാധിച്ചു. ഓടി ഞാൻ വീട്ടിൽ വന്ന് ഫാൻ വളരെയധികം ഇട്ടിട്ടും ഈ വിയർപ്പ് മാറുന്നില്ല. ഞാൻ ഈ വലതുകരം ഈ ഭാഗത്തോട്ട് വെച്ചു. യേശു കർത്താവേ, പുനനാഥ, നീ രോഗികളെ സൗഖ്യമാക്കുന്നവനാ, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവനാ. എങ്കിൽ ഈ വിയർപ്പിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അങ്ങയോട് യാചിക്കുക, ഈ വിയർപ്പിനെ നീ മാറ്റി തരണം. എനിക്ക് എന്റെ ഹാർട്ടിന് ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമേ അത് നീക്കി തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കൈവച്ച് പ്രാർത്ഥിച്ച മാത്രയിൽ നമ്മളൊരു വാഹനം ഓടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സഡൻ ബ്രേക്ക് ചെയ്താൽ എങ്ങനെ വണ്ടി നിൽക്കുന്നു, അതുപോലെ ഓൺ ദ സ്പോട്ടിൽ ഈ വിയർപ്പ് യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോയി. ആ വിയർപ്പ് മാറിപ്പോയിട്ട് ഞാൻ വിചാരിച്ചു ഏതോ ഹാർട്ടിന് പ്രോബ്ലമാണ്. അതിനുശേഷം പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു വേദനയില്ല, നേരത്തെയും വേദനയില്ലായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിട്ട് ഞാൻ വിചാരിച്ചത് ഒരു ഡോക്ടറെ ഒന്ന് കണ്ടു കളയാം, ഇങ്ങനെ ഒന്നാണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി അടുത്ത ഒരു ലാബിൽ പോയി ECGയും പിന്നെ ഷുഗറും എല്ലാം BP എല്ലാം നോക്കിയപ്പോൾ എല്ലാം നോർമലാണ്. ഇതുകൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇതെല്ലാം നോർമലാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം മുന്നോട്ട് കടന്നുപോയി. ഏതാണ്ട് ഒരു മാസത്തോളം മുന്നോട്ട് പോയി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം ഏതെങ്കിലും എൻ്റെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ദൈവമേ നീ എനിക്ക് കാണിച്ചു തരണം, നീ എന്നെ മനസ്സിലാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വലിയ ആസ്പത്രിയിലേക്ക്, ട്രിവാൻഡ്രത്തുള്ള ഒരു കോസ്മോപൊളിറ്റൻ ആസ്പത്രി ഉണ്ട്, അവിടെ കടന്നുപോയി.
അവിടെ ഒരു കാർഡിയോളജി ഉണ്ട്, അദ്ദേഹത്തെ കാണാനിടയായി. അദ്ദേഹത്തോട് എല്ലാം വിവരങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം ചെക്ക് ചെയ്തപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല, യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ പറഞ്ഞു, ഡോക്ടർ, ദൈവം എന്നോട് പറയുന്നു എന്റെ ഹാർട്ടിന് കുഴപ്പമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എങ്ങനെ ദൈവം പറയും? ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു, നിന്റെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, നീ ആസ്പത്രിയിലേക്ക് വീണ്ടും പോകണമെന്ന്. അപ്പം പുള്ളി പറയുന്നത്, ഞാൻ എക്കോ എടുത്തു, എല്ലാം എടുത്തു, ഒരു കുഴപ്പവും നിന്റെ ഹാർട്ടിനില്ല എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഞാൻ വിശ്വസിക്കുന്ന ദൈവമുണ്ട്, ജീവനുള്ള ദൈവമാ, ആ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ, ആ ദൈവമാ എന്നോട് പറഞ്ഞ എന്റെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്. അദ്ദേഹം ബാക്കിയുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്തു. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ടുള്ള ടെസ്റ്റ് നോക്കി, വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. അതിനുശേഷം TMT ചെയ്തപ്പം അപ്പോഴും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഒന്ന് കിടന്നു നോക്ക്, അന്നേരം കുഴപ്പമൊന്നുമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ ഇതിനകത്തൊന്നും ഒരു ടെസ്റ്റിനകത്ത് ഒരു കുഴപ്പവും കാണുന്നില്ല, പിന്നെ നിങ്ങൾക്കുണ്ടെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇനി എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ? പറഞ്ഞ് എൻജിയോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എൻജിയോഗ്രാം ചെയ്ത് നോക്കിയപ്പം എന്റെ ശരീരത്ത് 5 ബ്ലോക്ക് ഉണ്ട്, എന്റെ ഇതിൽ 5 ബ്ലോക്ക് ഉണ്ട്. അപ്പൊ എന്നോട് ചോദിക്കുന്ന, നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്, കണ്ടാൽ ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള പ്രോമിസ് എനിക്ക് തന്നിട്ടുണ്ട് ഡോക്ടർ. അതുകൊണ്ട് എന്റെ ദൈവം അറിയാതെ എന്റെ തലയിലെ മുടി പോലും താഴെ വീഴത്തില്ല. എന്റെ തമ്പുരാൻ അറിയാം, എന്നെ ജീവിപ്പിക്കണം, എന്റെ ആയുസിനെ നീട്ടണമെന്നുള്ള എന്റെ ദൈവം അറിയാമെന്ന്. അങ്ങനെ ഓൺ ദ സ്പോട്ടിൽ അദ്ദേഹം എൻജിയോഗ്രാം ചെയ്തപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പൊ എന്റെ കൂടെ എന്റെ വൈഫുണ്ട്, ഒരു പ്രിപ്പറേഷനോട് കൂടി പോയതല്ല എന്ന് പറഞ്ഞു. അപ്പം ഇപ്പോൾ എൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഡോക്ടർ, ഇപ്പോഴെനിക്ക് എൻജിയോപ്ലാസ്റ്റി ഒന്നും ചെയ്യണ്ട. അപ്പൊ പറഞ്ഞു, ഞങ്ങളതിന് ഉത്തരവാദിയല്ല. ഞാൻ പറഞ്ഞു, നോ പ്രോബ്ലം, നിങ്ങൾ ഉത്തരവാദപ്പെടണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട. അദ്ദേഹം പിന്നെ 100 രൂപ മുദ്രപത്രത്തിനകത്ത് ടൈപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നു. എന്റെ ഉത്തരവാദിത്തത്തിലാണ് ഈ പേഷ്യന്റ് പോകുന്നത്, ഞങ്ങൾ ഈ ആസ്പത്രിയോ ഞങ്ങളോ ഞാൻ ഉത്തരവാദിത്തമല്ല. ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും ആസ്പത്രിയിൽ പോയത്. ദിവ്യ ആലോചന വായിച്ചതിന് ശേഷം പിന്നെ പോയി ബ്ലോക്കെല്ലാം നിറവേറ്റി. അപ്പൊ ഈ ദൈവത്തിന്റെ പ്രവർത്തനം ജീവിതത്തിൽ ഉടനീളം മനസ്സിലാക്കുവാനായിട്ട് ആദ്യം മുതൽ, എന്റെ ചൈൽഡ്ഹുഡ് മുതൽ ഈ സമയം വരെയും എനിക്ക് ദൈവം ഇടയാക്കിയ അനവധി പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നു. എങ്കിലും തളർത്താൻ നോക്കിയിട്ടും, ശത്രു തളർത്താൻ നോക്കിയിട്ടും തളരാതെ ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു. അപ്പൊ അതിനുശേഷം ഇനി അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, 2020 ഓഗസ്റ്റ് മാസം 16-ാം തീയതി എന്റെ പ്രിയപ്പെട്ടവൾ കടന്നുപോയി. ഈ കടന്നുപോയ സമയത്ത് ഈ റേഡിയേഷൻ എടുത്തു. അതിന്റെ ഫലമായിട്ട് എറണാകുളത്തുള്ള ലക്ഷോർ ആസ്പത്രിയിലായിരുന്നു ട്രീറ്റ്മെന്റ്. ഡോക്ടർ VP ഗംഗാധരനും അദ്ദേഹത്തിന്റെ വൈഫുമാർ ട്രീറ്റ്മെന്റ് നടത്തിയത്. അപ്പം അവിടെ ലാസ്റ്റ് ആയിട്ട് റേഡിയേഷൻ എടുത്തപ്പം അന്നനാളവും ശ്വാസകോശവും ചുരുങ്ങിപ്പോയി. ഈ ചുരുങ്ങിപ്പോയ അവസരത്തിൽ ശ്വാസം എടുക്കാനായിട്ട് പ്രയാസം വന്നു. ഉടനെ തന്നെ ശ്വാസം എടുക്കാൻ പ്രയാസമായിട്ട് വന്നപ്പോൾ അടുത്ത ഒരു ആസ്പത്രിയിൽ കൊണ്ടുപോയി ഓക്സിജൻ കൊടുത്ത് അവിടെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് 2-3 ദിവസം അഡ്മിറ്റ് ചെയ്ത് തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നു. ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിന്റെ 5-ാമത്തെ ദിവസം ലോകത്തോടെ യാത്ര. അപ്പൊ കൊറോണയുടെ ടൈം ആയതിന്റെ പേരിൽ ഒരു മനുഷ്യനും ഈ സമയത്ത് എന്നെ സഹായിക്കാനായിട്ടോ, എന്നെ നോക്കാനായിട്ടോ, എന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കാനായിട്ടോ എന്റെ സ്വന്തം സഹോദരങ്ങൾ വരെ ഭവനത്തിൽ കയറാതെ ഞാൻ ഏകനായിരിക്കുന്ന അവസ്ഥ. ആ സമയത്താണ് പ്രിയപ്പെട്ടവൾ മരിക്കുന്നത്. മരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ എന്റെ സഹോദരങ്ങളെ വിളിക്കുന്നു, എന്റെ വേണ്ടപ്പെട്ടവരെ വിളിക്കുന്നു. അമ്മമ്മ ലോകത്തോടെ യാത്ര പറയുകയാണ്, അവിടെ നിങ്ങൾ ഓടി വരണം എന്ന് പറഞ്ഞിട്ട് പോലും ആ സമയത്ത് ഒരു വ്യക്തി പോലും എന്റെ ഭവനത്തിൽ കയറിയില്ല. അപ്പൊ അതിനുശേഷം അവൻ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുന്നു, ആരും ഒരു 3 മണിക്കൂറിനകത്ത് ഒരു മനുഷ്യനും വരുന്നില്ല. ഒരു മനുഷ്യനും വരാതെ ഇവിടെ കൊറോണ കൊണ്ടാ മരിച്ചെന്ന് ആരോ പുറത്ത് അങ്ങ് പബ്ലിസിറ്റി ചെയ്തു. കൊറോണ കൊണ്ടാ മരിച്ചെന്ന്. ഉടനെ പഞ്ചായത്തിന്റെ ആൾക്കാരും ഹെൽത്തുകാരും എല്ലാം കൂടെ ആംബുലൻസ് കൊണ്ടുവന്നിട്ട് ബലം പ്രയോഗിച്ച് എന്റെ ഭാര്യയുടെ ബോഡിയുമായിട്ട് അവർ കൊണ്ടുപോയി ചെയ്തു. എനിക്ക് വേണ്ടി പറയാൻ ആരുമില്ല, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ല. ഞാൻ മാത്രവും സർവശക്തനായ ദൈവവും ഞാനും മാത്രം. അവർ ബലമായി കൊണ്ട് ഞാൻ അവരോട് പറയുന്നു, കൊറോണ കൊണ്ടല്ല മരിക്കുന്നത്, ഇതുകൊണ്ടാണ് മരിക്കുന്നത്, ഈ ശ്വാസം കിട്ടാതില്ല മരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെ സഹായിക്കാനോ എനിക്ക് വേണ്ടി പറയാനോ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായില്ല. അങ്ങനെ ബലമായി അവർ കൊണ്ടുപോയി. ഞങ്ങൾ ടെസ്റ്റ് ചെയ്യും, കൊറോണ ടെസ്റ്റ് ചെയ്യും. കൊറോണ ആണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകും, കൊറോണ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടുതരും.
നിങ്ങൾ വന്ന് ബാക്കിയുള്ള കാര്യം എടുത്തോളാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവിടെ കൊണ്ടുപോയി അവർ ടെസ്റ്റ് ചെയ്തു. യാതൊരു രീതിയിലുള്ള കൊറോണ ഇല്ല, ഒന്നുമില്ല. ബോഡി വിട്ടു തന്നു. അത് മോർച്ചറി വെച്ചു. പിന്നെ മക്കള് വരുന്നതിനായിട്ട് അന്ന് ഫ്ലൈറ്റ് ഇല്ല. അവരെ വിളിച്ച് ചോദിച്ചു, ഞങ്ങൾ ഫ്ലൈറ്റ് ഇല്ല, ഞങ്ങൾ എങ്ങനെ വരും പാപ്പ എന്നൊക്കെ അവർ പറഞ്ഞു. അതിനുശേഷം ഒരു മനുഷ്യനും ഈ മരിച്ചതിന് ശേഷം ഒരു ബന്ധുക്കാരാകട്ടെ, ഒരു കസിൻസ് ആകട്ടെ, ഒരു സഹോദരങ്ങളാകട്ടെ, ആരും തന്നെ എന്റെ ഭവനത്തിൽ വരില്ല. ഞാൻ ഏകനായി ഇരിക്കുന്ന മുന്നോട്ട് അവസ്ഥ. അവസാനം എന്റെ നാലാമത്തെ ദിവസമാണ് ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്നത്. അപ്പൊ ഇതിനു മുൻപേ ബോഡി മോർച്ചറിയിൽ നിന്ന് എടുക്കാനായിട്ടുള്ള സമയത്ത്, മരിക്കുന്നതിന് മുൻപ് എന്റെ പ്രിയപ്പെട്ടുള്ള പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ ഞാൻ ആരാധനയ്ക്ക് പോകുന്ന ഒരു ഡ്രസ് ഉണ്ട്, ഒരു വെള്ള ഡ്രസ്സ്, വെള്ള ബ്ലൗസ്, വെള്ള സ്കാർഫ്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ പോകുമ്പോൾ ഇത് വേണം എന്നെ ധരിപ്പിക്കാനായിട്ട്. ഞാൻ ഫോണിലെടുത്ത് കരഞ്ഞുകൊണ്ട് എന്റെ സഹോദരിമാരോട് പറയുന്നു, നിങ്ങളൊന്ന് വരണം, യമ്മമ്മയെ ഒന്ന് ഡ്രസ് ചെയ്യിക്കണം. ആരും കയറാനില്ല, ആരും വരാനില്ല. എന്റെ ജീവിതത്തിന്റെ സങ്കടം ഇന്നും, ആ സങ്കടം ഇന്നും എന്റെ ജീവിതത്തിന്റെ ഹൃദയത്തിനകത്ത് നിന്നും മാഞ്ഞു പോയിട്ടില്ല. ഞാൻ ഓർക്കുമ്പോ ഒക്കെ കണ്ണുനീര് വരിക ചെയ്തത്. ആ ഒരു സംഭവം, ലാസ്റ്റ് ആ ഒരു ആഗ്രഹം എന്നെ കൊണ്ട് സാധിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ദൈവകൃപയാൽ അനേക ദൈവദാസന്മാരൊക്കെ വന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയോടുകൂടെ 40 പേര് തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തും ദൈവദാസന്മാരൊക്കെ വന്ന് ആ ശുശ്രൂഷയിൽ പങ്കെടുത്ത് എന്നോടുകൂടെ അവിടെ അവര് സഹകരിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം തന്നെ ഒരു വ്യക്തി പോലും, ഒരു വേണ്ടപ്പെട്ട വ്യക്തി പോലും, എന്റെ കുടുംബം ഞാൻ താമസിക്കുന്ന 1 കിലോമീറ്ററിന് അപ്പുറമാണ്. ആ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി പോലും ഇങ്ങോട്ട് കടന്നു വരുന്നില്ല. പിന്നെ എന്റെ അനിയന്റെ ഒരു മകൻ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ട് മുന്നോട്ട് വന്നത്. അദ്ദേഹമാണ് ഇതെല്ലാം ക്രമീകരിച്ചത്. എന്നാൽ സ്വന്തം സഹോദരി ആകട്ടെ കയറിയിട്ടില്ല. എന്റെ വൈഫിന്റെ സഹോദരി ഉണ്ട്, അവർ കയറിയിട്ടില്ല. ധാരാളം കസിൻസ് ഉണ്ട്, അവർ കയറിയിട്ടില്ല. ബന്ധുമിത്രാദികളുണ്ട്, കയറിയിട്ടില്ല. പള്ളിക്കാരുണ്ട്, കയറിയിട്ടില്ല. ഇവരാരും കയറാത്ത ഒരു അനുഭവത്തിലേക്ക് ഞാൻ മുന്നോട്ട് ആമീൻ കടന്നുപോയി. ദൈവം തമ്പുരാനും ഞാനും മാത്രം. പാസ്റ്റർ, എനിക്ക് ആഹാരം കഴിക്കണ്ടേ? ഞാൻ എന്റെ വീട് സ്റ്റെറിലൈസ് ചെയ്ത് സകല സാധനങ്ങളും എടുത്ത് പുറത്ത് കളഞ്ഞിരിക്കുക. എനിക്കൊരു ചായ ഉണ്ടാക്കി കുടിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം പാത്രത്തിനകത്തൊക്കെയും ഈ വിഷാംശങ്ങൾ കടന്നിരിക്കുക. അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ടാ. എന്റെ വീട്ടിൽ അനേകം ജോലിക്കാർ വന്ന് ജോലി ചെയ്ത് അവരെ പല ആൾക്കാരെയും വിളിച്ചെന്നൊക്കെ ഒരു മനുഷ്യൻ കയറത്തില്ല. എനിക്കൊരു ചായ കുടിക്കാനായിട്ട് ഒരു മാർഗവുമില്ല. എന്നാൽ ഏലിയാവിനെ കരിയത്തോട്ടിൽ കരുതിയ ഒരു ദൈവം, ആ ദൈവം ഒരു കുടുംബത്തെ എനിക്ക് വേണ്ടി ഒരുക്കി. ആ കുടുംബം എനിക്ക് രാവിലെയും, എനിക്ക് ഉച്ചയ്ക്കും, എനിക്ക് രാത്രിയിലും എനിക്ക് ആഹാരം കൊണ്ടുവന്നിട്ട് ബെല്ലടിച്ചു വെച്ച് കടന്നു പോകും. ഇത് മാത്രം ചെയ്യും. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും ആഹാരം കൊണ്ട് സ്വിറ്റ് ഔട്ടിൽ കൊണ്ടുവച്ച് ബെല്ലടിച്ചു പോകും. ഏത് കുടുംബമാണ്, എവിടുന്നാണ്, ആര് പറഞ്ഞിട്ടാണ്, ആര് പൈസ കൊടുത്തിട്ടാണ് ഈ ആഹാരം കൊണ്ടുവരുന്നത് എനിക്കറിയത്തില്ല. ഞാന് 1 മാസം കഴിഞ്ഞപ്പം ഈ വ്യക്തി 1 ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് വരും, 2 ഇത് മൂടിക്കൊണ്ടുവരും. ഇതിന് ശേഷം ആരാന്നറിയത്തില്ല. ഒരു ദിവസം മാത്രം ഞാൻ കൈകൊട്ടി വിളിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് വന്നേ. അപ്പം വരത്തില്ല. അച്ഛൻ എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, ഇത് ആര് പറഞ്ഞിട്ടാ കൊണ്ടുവരുന്നത്? ആരാ പൈസ തന്നത്? ആരും പറഞ്ഞിട്ടും ആരും പൈസ തന്നിട്ടുമല്ല. പിന്നെ എങ്ങനെ കൊണ്ടുവന്നു? അച്ഛൻ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? പ്രവാചകനെ കാക്കയെ കൊണ്ട് ഭക്ഷണം കൊണ്ടുവരുത്തപ്പോ പ്രവാചകൻ ചോദിച്ചില്ല, ഇത് ഏത് വീട്ടിൽ നിന്നാ കൊണ്ടുവരുന്നേ, ആര് പറഞ്ഞിട്ടാ കൊണ്ടുവരുന്നേ എന്ന് പ്രവാചകൻ ചോദിച്ചില്ല. കൊണ്ടുവന്ന ഭക്ഷണം പ്രവാചകൻ കഴിച്ച് സന്തോഷത്തോടെ അവിടെ ഇരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊരു ആവശ്യമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ ഓർപ്പിച്ചു. തന്നെയുമല്ല, ഇത് അച്ചായൻ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു നാൾ കടന്നു വന്ന് ഞങ്ങളുടെ ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ ഞങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം വിടുതൽ തന്നു. ഞങ്ങൾ അതിനുശേഷം ഒരു നന്ദിവാചകം പറയുകയാട്ടെ, മറ്റൊന്ന് വരികയാട്ടെ, ഒന്നും ചെയ്യില്ല. അപ്പൊ എന്റെ വേണ്ടപ്പെട്ടവരും സഹോദരങ്ങളും എല്ലാം എന്നെ കൈവിട്ട സ്ഥാനത്ത് വലിയവനായ ദൈവത്തെ വിളിച്ചതിന്റെ ഫലമായി ജീവിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി ആ കുടുംബത്തെ ഒരുക്കി. ഇന്നും എനിക്ക് അറിയത്തില്ല ഏത് ഭവനമാണ്, ആരാണ് കൊണ്ടുവന്നത്, ഇന്നും എനിക്കറിയത്തില്ല. അച്ചായന് വേണ്ടുന്ന സമയം വരെയും ഞങ്ങൾ ഈ ഭക്ഷണം കൊണ്ട് തരും എന്ന് പറഞ്ഞ് ഞാൻ ഭക്ഷിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം എന്നെ വീട്ടിലാരും കയറത്തില്ല. 1 വർഷക്കാലം ഞാൻ ഏകനായി ഭവനത്തിനകത്തിരിക്കുക. ഈ കസേരയും ഞാനും മാത്രം വേദപുസ്തകവും ഞാൻ ഇരുന്ന് ദൈവവചനം വായിക്കാനായിട്ട് തുടങ്ങി, പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഞാൻ ഒരു ദിവസം ദൈവത്തോട്, ദൈവമേ, എന്താ ഇത്? ഞാൻ എന്താ ചെയ്യേണ്ടത്?
ഒരു മനുഷ്യനോട് സംസാരിക്കാനായിട്ട് ആരെങ്കിലും ഒരാൾ വേണ്ടയോ പാസ്റ്റർ? ഒരാൾ ഫോൺ ചെയ്യത്തില്ല, ഒരാൾ വീട്ടിൽ കയറത്തില്ല. എന്തൊരു അനുഭവം എന്റെ ജീവിതത്തിൽ. ഞാൻ എന്റെ കർത്താവേ, നീ എങ്ങനെ ഇതിനെ മുന്നോട്ട് വിടുന്നത്? നീ എങ്ങനെ ഇതിനെ മുന്നോട്ട് എന്നെ നയിക്കുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഇതിന് മുൻപൊക്കെ ദൈവവചനമൊക്കെ സംസാരിച്ചില്ലേ, അതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ ഒന്ന് ഓർക്കാൻ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നീ ഒന്ന് ധ്യാനിക്കാൻ പറഞ്ഞു. ഇത് ശക്തമായി വ്യക്തമായി തന്നെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വേദപുസ്തകം എടുത്ത് 8:30 മണിക്ക് രാവിലെ അവർ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും. അത് കഴിച്ചിട്ട് ഇതുപോലെ കസ്റ്റഡിയിലിരിക്കും, ഇരുന്നിട്ട് വചനമെടുക്കും, വായിക്കും. അപ്പൊ ഓരോന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങോട്ട് ഇടപെടാൻ തുടങ്ങി. അപ്പൊ ഞാൻ എവിടെയെങ്കിലും തിരുവചനം ഘോഷിക്കാൻ പോകുമ്പോൾ ഒരു കുറിവാക്യം എടുത്ത് ബൈബിളിനകത്ത് വെക്കും. ഏത് വാക്യമാ സംസാരിക്കേണ്ടതെന്നുള്ള ആ കുറിവാക്യം കുറിച്ച് അതിനകത്ത് വെക്കും. അതിന്റെ പുറകെ ഞാൻ എഴുതും, ഞാൻ ഇത് എവിടെയാ സംസാരിച്ചത്, ആരാ എന്നെ വിളിച്ചത്, ഇതിന് പുറകിൽ ഞാൻ എഴുതും, ഡേറ്റ് എഴുതുന്നത്. അത് ഞാൻ കളയാതെ, വർഷങ്ങൾ കൊണ്ട് കളയാതെ, അതൊരു റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെക്കുമായിരുന്നു. അതെല്ലാം കൂടി ഞാൻ തൂത്ത് തുടച്ചെടുക്കാൻ തുടങ്ങി, ഓരോന്നായിട്ട് എടുക്കാൻ തുടങ്ങി. അപ്പൊ ഓരോന്നായിട്ട് എടുത്ത് ഓരോന്ന് നോക്കുമ്പോൾ ഇങ്ങനെ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് കാണാൻ തുടങ്ങി. അത് ഞാൻ എന്ത് ചെയ്തിട്ട് ആദ്യമൊക്കെ ഇങ്ങനെ വായിച്ചു പോയി. പിന്നീട് ദൈവാത്മാ പറഞ്ഞു, നീ ഒരു ബുക്കിനകത്ത് എഴുതാൻ പറഞ്ഞു. ഒരു ബുക്ക് എടുത്ത് ഡയറി എഴുതി ഇതെല്ലാം എഴുതാൻ തുടങ്ങി. അങ്ങനെ കുറെ അങ്ങ് എഴുതി പാസ്റ്റർ. അങ്ങനെ ഇതിനകത്ത് നിന്നുള്ള കുറെ എഴുതി. ഒരു 1000-600 ദൈവവചനത്തിന്റെ ഹെഡിങ് ഉണ്ട്. അതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് എഴുതാൻ തുടങ്ങി. ഓരോന്നോ ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ആരും വരത്തില്ലല്ലോ, ആരും സംസാരിക്കത്തില്ല, ആരും ഡിസ്റ്റർബ് ഇല്ല. 12 മണി വരെ, രാവിലെ 8:30 തുടങ്ങിയാൽ 12:30 വരെ ഒരേ ഇരിപ്പിൽ, അങ്ങോട്ട് എഴുന്നേക്കത്തില്ല, ഇങ്ങോട്ട് എഴുന്നേക്കത്തില്ല, ഒരേ ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് ഈ ദൈവവചനം ധ്യാനിക്കാനായിട്ടും വായിക്കാനായിട്ടും ഒക്കെ അങ്ങോട്ട് തുടങ്ങി. ഞാൻ തന്നെ അങ്ങോട്ട് സംസാരിക്കാനായിട്ട് കർത്താവിനോട്. അപ്പം ഇതെല്ലാം എഴുതി ഇങ്ങനെ ഒരു ബുക്കായി, ഒരു ഡയറിയായി, 2 ഡയറിയായി, 3 ആയി, 4 ആയി. അപ്പൊ എന്നെ മാർത്തോമ സഭയിലെ ഒരു ബിഷപ്പ്, അതുപോലെ CSI സഭയിലെ ബിഷപ്പായ ഡോക്ടർ ഉമ്മൻ ജോർജ് ബിഷപ്പ് എന്നെ വിളിക്കുമായിരുന്നു. കൂടാതെ മിഷൻ ഇന്ത്യയുടെ പ്രവർത്തനായ ജോർജ് ചെറിയാൻ എന്നെ വിളിക്കുമായിരുന്നു. അങ്ങനെ വേറെ ചില എൻ്റെ ഒരു പ്രിയപ്പെട്ട പാസ്റ്ററുണ്ട്, സാബു കാഞ്ഞിരംകുളം എന്ന് പറഞ്ഞു, തിരുവനന്തപുരത്ത്. അദ്ദേഹം എന്നെ വിളിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ വിളിച്ചിട്ട് ഇവർ ചിലരൊക്കെ എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് തുടങ്ങി. എന്നോട് ചോദിച്ചു, എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്യുന്നില്ല, എന്ത് ചെയ്യാനാ. ഞാൻ പിന്നെ എന്നെ പണ്ട് പ്രസംഗം പൊടിയൊക്കെ തുടച്ച് ഞാൻ അതൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അവരെല്ലാം അത് ഇങ്ങനെ ഓരോന്നായിട്ട് ഈ 3-4-5 പേര് ഇങ്ങനെ നോക്കാനായിട്ട് തുടങ്ങി. അപ്പൊ പറഞ്ഞു, ഇത് കൊള്ളാവല്ലോ, ഇതൊരു ബുക്കാക്കിയാൽ കൊള്ളാവല്ലോ എന്ന് പറയാനായിട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള പരിപാടികളൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. അല്ലല്ല, ഇത് അങ്ങനെയല്ല, ഇതൊരു ബുക്കാക്കിയെങ്കിൽ ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ഇത് അനേകർക്ക് ഇത് പ്രയോജനപ്പെടണം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ്, അതിന് നല്ല സാമ്പത്തികം വേണം, നല്ല എടുക്കണം, അതിനൊന്നും ഞാനിപ്പം തീർന്നില്ല. അപ്പൊ ഇങ്ങനെ കൂടുതൽ എന്നെ പ്രസ് ചെയ്തത് മാർത്തോമ സഭയുടെ സഫർഗൻ മെത്രാപ്പൊലീത്തായിരിക്കുന്ന യുവാക്കി മാർ കൂർലോസ് തിരുമേനിയും, CSI ബിഷപ്പിലെ ഉമ്മൻ ജോർജ് തിരുമേനിയും, മിഷൻ ഇന്ത്യയുടെ ജോർജ് ചെറിയാനും, ഇവർ 3 പേരും എന്നെ കമ്പൽ ചെയ്ത് പറഞ്ഞു, അങ്ങനെയല്ല സാറേ, ഇതൊന്ന് ബുക്കാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ഇതെല്ലാം എഴുതി തീർന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഏറെക്കുറെ എല്ലാം എഴുതി തീർന്നു, എഴുതിയെടുത്തോളം ഒന്ന് കൊണ്ടുവന്ന് ഒന്ന് കാണിക്കാമോ എന്ന്. അവർ പിന്നെ ആദ്യം എന്റെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നീട് ഞാൻ അവരുടെ താമസിക്കെടുത്ത് കൊണ്ടുപോയി കാണിച്ചു. അപ്പൊ അവർ വായിച്ചിട്ട് വളരെ കാര്യമായിട്ട് പറഞ്ഞു, ഇത് തീർച്ചയായിട്ടും ഇത് ബുക്കാക്കണമെന്ന് പറഞ്ഞു, ഇതൊരു പുസ്തകമാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ, അനേക ദൈവമക്കളുടെ പ്രേരണയാലും പ്രാർത്ഥനയാലും ഒരു ബുക്ക് ആക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. ആ ബുക്കിന്റെ പേരാണ് തിരുവചന മുത്തുകൾ എന്ന പുസ്തകം. ഈ പുസ്തകമാണ് ആ ഏകാന്തതയിൽ ദൈവം എനിക്ക് ദാനമായി തന്നത്. ഞാൻ ഏതാണ്ട് 500 ചില്ലുവാനം തിരുവചന സത്യങ്ങൾ, ഹെഡിങ്ങുകൾ ഇതിനകത്തുണ്ട്. എന്നാൽ ഇത് പുസ്തകം വലുതായി പോകും എന്നുള്ള ആ ക്രമീകരണത്തിനകത്ത് ഈ പുസ്തകം വളരെ ചുരുക്കി ഏതാണ്ട് 260 സബ്ജക്റ്റ് ആയിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് ആരാധന, പ്രതിഷ്ഠ, കൺവെൻഷൻ, വിവാഹം, കർത്തൃമേശ, ധ്യാനയോഗങ്ങൾ, ശവസംസ്കാര ശുശ്രൂഷ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കത്തക്ക
തിരുവചന മുത്തുകൾ എന്ന പുസ്തകമാണ് ദൈവത്തിന്റെ കൃപ കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവളെ ദൈവം വിളിച്ചു വേർതിരിച്ചുകൊണ്ട് ഇങ്ങനത്തെ പുസ്തകം ഉണ്ടാക്കാനിടയായി. ഇല്ലെങ്കിൽ ഒരു കാലത്തും ഇങ്ങനത്തെ പുസ്തകം വരുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല. അപ്പൊ ദൈവം തമ്പുരാൻ ഒന്ന് കാണാതെ ഒന്നും ചെയ്യത്തില്ല, ഇത് കർത്താവിന്റെ കൃപയാൽ ഇത് ഒരു കൺവെൻഷൻ വെച്ചുകൊണ്ട് ഇത് പ്രകാശം ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അത് അനേകർക്ക് ഇത് മാർത്തോമാ സഭയിലെ സഭകൾ മെത്രാപ്പോലീത്ത തന്നെ ഈ പുസ്തകം അന്ന് തന്നെ 150 പുസ്തകം വാങ്ങിച്ചു. 150 പുസ്തകം വാങ്ങിച്ചിട്ട് അവരുടെ സുവിശേഷർക്കും അച്ഛന്മാർക്കും എല്ലാം കൊടുത്തു. CSI സഭയിലെ ഉമ്മണ്ട തിരുമേനി അദ്ദേഹം ഇത് വാങ്ങിച്ചിട്ട് 130 പുസ്തകം വാങ്ങിച്ചിട്ട് അവരുടെ ആൾക്കാർക്കെല്ലാം കൊടുത്തു, എല്ലാ ആൾക്കാർക്കും കൊടുത്തു. പിന്നെ ഇതിപ്പോ തേർഡ് ഒരു എഡിഷൻ 1000 കോപ്പി എടുത്ത് ഒറ്റ മാസം കൊണ്ട് ഈ കോപ്പി തീർന്നു. ഈ പുസ്തകം അനേക ദൈവദാസന്മാർക്ക് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഒറ്റ പുസ്തകം വായിക്കാനായിട്ട് എൻ്റെ അടുത്ത് വീട്ടിൽ വന്ന് ഒറ്റ പുസ്തകം വായിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇത് 3ാമത്തെ എഡിഷനും തീർന്നു. ഈ 4ാമത്തെ എഡിഷന് ഇവിടെ കുറെ പുസ്തകം വേണം എന്ന് പാസ്റ്റർ പറഞ്ഞതിന്റെ ഫലമായിട്ട് ഇപ്പൊ കുറെ പുസ്തകത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് ഒരു പക്ഷേ നാളെ മറ്റന്നാളോ കിട്ടിയിരിക്കും. ഇങ്ങനെ ഉള്ള ജീവിതത്തിന്റെ ഉടമയായി ഞാൻ മുന്നോട്ട് പോകുന്നു. ഇന്ന് അനേക സ്ഥലങ്ങളിൽ ദൈവകൃപയാൽ എന്നെ അറിയാത്തവർ, ഈ കർത്താവിന്റെ ദാസൻ എന്നെ അറിയത്തില്ല. ഒരു ദൈവദാസൻ പറഞ്ഞനുസരിച്ച് എന്നെ വിളിച്ചു. കഴിഞ്ഞ ഒരാഴ്ചഘട്ടമായിട്ട് സന്തോഷകരമായി ഇവിടെ ഇന്നലത്തെ മീറ്റിങ്ങിനും അതിനു മുൻപുള്ള മീറ്റിങ്ങിനും ഒക്കെ പങ്കെടുക്കാനിടയായി. അതുകൊണ്ട് അറിയാത്ത സ്ഥലങ്ങളിലേക്ക് ദൈവം എന്നെ പല സ്ഥലങ്ങളിലേക്ക് അയച്ചു, പല രാജ്യങ്ങളിലേക്ക് അയച്ചു, പല സ്ഥലങ്ങളിലേക്ക് അയച്ചു. ടൊറോണ്ടോ CSI പള്ളിയിൽ പോയി ഒരു ദൈവവചനം കൊടുത്തതിന്റെ ഫലമായിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള CSIയിലെ ബിഷപ്പന്മാരും അവിടുത്തെ അച്ഛന്മാരും എന്നെ വിളിക്കാനിടയായി. കൺവെൻഷൻ പ്രാസംഗം കഴിഞ്ഞ ഒരു വർഷക്കാലം CSI സഭയുടെ അനവധി മീറ്റിങ്ങിന് കർത്താവിന്റെ കൃപയാൽ പങ്കെടുക്കാനിടയായി. ഇന്നും അനേകർ ദൈവകൃപയാൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഓർപ്പിച്ച പോലെ സഭാ വ്യത്യാസം തന്നെ, ലിംഗ വ്യത്യാസം തന്നെ, ദൈവവചനം പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയും, വേദവചനത്തിലുള്ള കാര്യം മാത്രം പറയും, വേറെ ഒരു കാര്യം പറയുന്നില്ല. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും തിരുവചനം ഘോഷിപ്പാനായിട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം വിളിച്ചവർ ഇപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. കൃപയാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ കൂടെ ഒരു അത്ഭുതം കൂടെ ഞാൻ ദൈവം നടത്തിയ ഒരു അത്ഭുതം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു പാസ്റ്റർ ഈ മാസം 7-ാം തീയതി. ഈ മാസം 7-ാം തീയതി ഞാൻ ഒരു അനാഥാലയത്തിൽ കൂടെയാണ്. ഞങ്ങളുടെ വീട്ടിനടുത്ത് ഒരു വൃദ്ധസദനമുണ്ട്. 44 പേര് അടുക്കുന്നുണ്ട്. എല്ലാവരും 70 വയസ്സിന് മുകളിലുള്ളവരാണ്. അപ്പൊ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കി എന്റെ സമയം കിട്ടുമ്പോഴൊക്കെ ഇവരുടെ കാര്യങ്ങൾ നോക്കിയും ഞാൻ അനേകരോട് പറയുകയും ചെയ്യും. ഒരു നേരത്തെ ആഹാരം അവർക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് പറയുകയും ചെയ്യും. ആ സ്ഥാനത്ത് ഞാൻ ഈ എന്റെ ബർത്ത്ഡേ വന്നപ്പോഴും എന്റെ ഒരു ആഗ്രഹം, ജീവിതത്തിൽ അന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ഒരു ആഗ്രഹം, അന്ന് വരെ ഞാൻ നോക്കാത്ത ഒരു അനുഭവം, ഈ 80ാമത്തെ വയസ്സിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണല്ലോ. അതുകൊണ്ട് ഒരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്ത് ഈ പാവപ്പെട്ടവർക്ക് ഈ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടുവന്ന് കൊടുക്കാമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായി. അപ്പം അങ്ങനെ ഞാൻ പിന്നെയും എൻ്റെ മനസ്സിൽ വീണ്ടും കൊണ്ടുവന്നു, ഇവിടെ നിന്റെ വേണ്ടപ്പെട്ടവരോ മക്കളോ ആരും നിന്റെ ഭവനത്തിലില്ല, നിന്നെ മറ്റുള്ള ആരും നിന്റെ ഭവനത്തിലില്ല, നീ എങ്ങനെ കേക്ക് കട്ട് ചെയ്തു? ആർക്ക് കേക്ക് കട്ട് ചെയ്യുന്നു? ഒറ്റയ്ക്ക് കേക്ക് കട്ട് ചെയ്യുന്നു. ഞാൻ അതുകൊണ്ട് ആ പടം അങ്ങ് മടക്കി വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇവർക്ക് ഇച്ചിരി മധുരം കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ സാധാരണ ഈ എൻ്റെ മക്കളുടെ ബർത്ത്ഡേ ആയാലും വെഡിങ് ആനിവേഴ്സറി ആയാലും ഏതെങ്കിലും ഒരു കാര്യം വന്നാൽ ഞാൻ ഇവർക്ക് ഒരു ആഹാരം കൊടുക്കുന്ന പതിവ് എൻ്റെ വർഷങ്ങൾ കൊണ്ടേ ഉള്ളതാണ്. എന്തെങ്കിലും അവർക്കൊന്നും കൊടുക്കാതിരിക്കത്തില്ല. എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആയാലും എൻ്റെ മക്കളുടെ ബർത്ത്ഡേ ആയാലും മരുമക്കളുടെ ബർത്ത്ഡേ ആയാലും ഏത് ബർത്ത്ഡേ വന്നാലും ഇവർക്ക് കൊണ്ടുപോയി. എൻ്റെ വീട്ടിൽ അങ്ങനെയുള്ള ക്രമീകരണങ്ങളോ ആഘോഷങ്ങളോ ഒന്നും തന്നെ ചെയ്യാറില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ച് ഇലയപ്പം വാങ്ങിച്ചു. ഇവർക്ക് ഇലയപ്പവും പഴവുമായിട്ട് ഇവിടെ കൊണ്ടു കൊടുത്തു. അപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ആ കേക്കിന്റെ കാര്യം കിടന്നു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച എനിക്ക് മൊഹത്തല മാർത്തോമ പള്ളിയിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കാമോ എന്ന് അവിടുത്തെ അച്ഛൻ എന്നെ വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ വരാം അച്ഛൻ, എൻ്റെ ബർത്ത്ഡേ ആണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ രാവിലെ ഞാൻ അവിടെ ആ പള്ളിയിൽ പോയി, ആ കൂട്ടായ്മയിലേക്ക് കടന്നുപോയി. അപ്പൊ അവിടെ 4-5-6 ദൈവദാസന്മാരുണ്ട്, 3 അച്ഛന്മാരുണ്ട്, 3 ഉപദേശിമാരുണ്ട്, മറ്റുള്ള പല ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പം അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു അച്ഛൻ പറഞ്ഞു, ഇന്ന് എനിക്ക് തന്നെ പ്രസംഗിക്കണം അവിടെ നിന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം, എനിക്ക് കേൾക്കാമല്ലോ. അന്നുകൊണ്ട് ഞാൻ അവിടെ പ്രസംഗിച്ചില്ല. അപ്പം പ്രസംഗിക്കാതെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ആ ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്നു, ഇന്ന് സാറിന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഇപ്പൊ കേക്ക് കണ്ടിക്കുന്നു.
ഇപ്പൊ കേക്ക് കണ്ടിക്കുമെന്ന് പറയുന്നു. ഞാൻ അന്തം വിട്ടുപോയി പാസ്റ്റർ, ഞാൻ അന്തം വിട്ടുപോയി. കാരണം എന്റെ ഹൃദയത്തിന്റെ ചെറിയ ആഗ്രഹമായിരുന്നു കേക്ക് കണ്ടിക്കുന്നത്. അദ്ദേഹം ഒരു വലിയ കേക്ക് എങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ പൈസ അതിനുവേണ്ടി ചെലവഴിച്ച് ഈ കേക്ക് കൊണ്ടുവന്ന് കണ്ടിച്ച്, ഞാൻ എന്നെ കൊണ്ട് നിർബന്ധിച്ച് കണ്ടിച്ച് ഞാൻ അവർക്കെല്ലാം കേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുത്തു. അതുകൂടാതെ അദ്ദേഹം ചെയ്ത വേറൊരു കാര്യം, ഈ വന്ന ആൾക്കാർക്കൊക്കെ നല്ല ഒന്നാന്തരം പായസം ഉണ്ടാക്കി കൊടുത്തു. മിറക്കൽ പരസ്പര ഇതൊരു അതിശയമല്ലേ? ഹൃദയത്തിന്റെ ചെറിയ ഒരു ആഗ്രഹം പോലും. ഇതൊരു സംഭവമല്ല എന്റെ പാസ്റ്റർ, ഒരു സംഭവമല്ല, അനവധി സംഭവങ്ങൾ ഇതുപോലെ ഞാൻ എന്താ ആഗ്രഹിച്ചിട്ടുണ്ടോ ആഗ്രഹം രാത്രി 8:30 മണിക്ക് മുൻപേ ആ ആഗ്രഹത്തെ സഫലമാക്കുന്ന ഹൃദയത്തിന്റെ ഹല്ലേലൂയ ചെറിയ ആഗ്രഹത്തെ അറിഞ്ഞ് ആർക്കെങ്കിലും ഭാരം കൊടുത്ത് അവരിൽ കൂടെ രാത്രി 8:30 മണിയാവുന്നതിന് മുൻപ് തന്നെ അത് എന്റെ ഭവനത്തിൽ കൊണ്ടുവരുന്ന അനവധി അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ദൈവം ജീവിക്കുന്ന ദൈവം, ഈ ദൈവം പ്രാർത്ഥനകൾക്ക് ദൈവം, ഈ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ഈ ദൈവം പ്രതികൂലങ്ങളെ അകറ്റുന്ന ദൈവം. ഈ ആരോമ TV കൂടെ ഇത് അനേകർ കേട്ടുകൊണ്ടിരിക്കുന്നവർ, വിടുതലില്ലാത്തവർക്ക്, എന്റെ നഷ്ടപ്പെട്ടു പോയ എന്റെ അവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോയ തിരികെ തന്ന ദൈവമാ എന്റെ ദൈവം. നഷ്ടപ്പെട്ടു പോയ അവസ്ഥ ഞാൻ പാസ്റ്ററോട് വിവരിച്ചു പറഞ്ഞു. എന്റെ ദൈവം എന്റെ ഇരട്ടിയായി തിരികെ തന്നു. ഇയ്യോബിന്റെ ദൈവം, ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇയ്യോബിന് അങ്ങ് മടക്കി ഇരട്ടിയായിട്ട് മടക്കി കൊടുത്തെങ്കിൽ എന്റെ ജീവിതത്തിൽ അതെങ്കിലും കിട്ടുവാൻ ഇടയാക്കണം. ഈ യോബിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറയുവാനായിട്ട് നാവിൽമേൽ 3-4 പേര് പാട്ട് തന്നു. ഞാൻ എപ്പോഴും അത് പാടിക്കൊണ്ടിരിക്കുന്നു. യോബിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇരട്ടിയായി തരികില്ലയോ, നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇരട്ടിയായി തരികില്ലയോ, വേദനയും ശോധനയും സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സലിഞ്ഞ ദൈവമല്ലയോ, മനസ്സലിഞ്ഞ ദൈവമല്ലയോ, യോബിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇരട്ടിയായി തരികില്ലയോ, നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇരട്ടിയായി തരികില്ലയോ, കാഹളനാദം കേൾക്കുമ്പോൾ കാത്തിരിക്കും വിശുദ്ധർക്ക് കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ കൃപ നൽകും ദൈവമല്ലയോ, കൃപ നൽകും ദൈവമല്ലയോ, യോബിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇരട്ടിയെ തരികില്ലയോ, നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇരട്ടിയെ തരികില്ലയോ. അനവധി പ്രിയപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു പോയ വിദ്യാഭ്യാസം തിരികെ കൊടുത്തത് എന്റെ കണ്ണുകൊണ്ട് കാണാനിടയായി. അനവധി പ്രിയപ്പെട്ടവർക്ക് ആരോഗ്യം തിരികെ കൊടുത്തത് എന്റെ കണ്ണുകൊണ്ട് കാണാനിടയായി. അനേകരുടെ സമ്പാദ്യം നഷ്ടപ്പെട്ടു പോയത് തിരികെ കൊടുത്ത് കാണാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. ഈ പാട്ട് ചില കൂട്ടായ്മയിൽ ഞാൻ പാടിയപ്പം അവർ നഷ്ടപ്പെട്ടു പോയ ചില ആൾക്കാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർക്കത് വലിയ പ്രചോദനമായി. അവർ വന്ന് എന്നോട് പറഞ്ഞു, സാർ ആ പാട്ട് പാടിയതിന്റെ ഫലമായി ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടു. എന്റെ ഇന്നൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു, എന്റെ കർത്താവ് അത് തിരികെ തന്നു. ഇന്നും അങ്ങനെയുള്ള ആൾക്കാർ ഹല്ലേലൂയ പല പള്ളങ്ങളിൽ ഇതുകൊണ്ട് ഈ വാക്കുകൾ പറയാറുണ്ട്, എന്നെ ഓർപ്പിക്കാറുണ്ട്. നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ എനിക്ക് തിരികെ തന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് തിരികെ തന്ന ദൈവം അനേകർക്ക് തിരികെ കൊടുത്തത് എന്റെ കണ്ണുകൊണ്ട് കാണുവാനും എന്റെ ചെവി കൊണ്ട് കേൾക്കുവാനും തമ്പുരാൻ ഇടയാക്കിയെങ്കിൽ നഷ്ടപ്പെട്ടു പോയ അനേകർക്ക് അത് ആശ്വാസമായി, സമാധാനമായി, സന്തോഷമായി. ഈ പ്രിയപ്പെട്ടവർക്ക് ദൈവം ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, എല്ലാ പ്രേക്ഷകരെയും, അരുൺ ടിവിയുടെ എല്ലാ ആൾക്കാരെയും ദൈവം സമർത്ഥിയായി അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ ധാരാളമായി വ്യാപരിക്കട്ടെ. ദൈവശക്തി ഉണ്ടാകട്ടെ. അനേകർക്ക് ഈ സാക്ഷ്യം ലോകത്തിന് നാനാഭാഗങ്ങളിലും കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവമായി ബന്ധമില്ലാത്തവർക്ക്, മദ്യപാനം നടക്കുന്നവർക്ക്, സിഗരറ്റ് വലിക്കുന്നവർക്ക്, വരിക്കൂത്തായി നടക്കുന്നവർക്ക് ഇതൊരു പ്രചോദനമാകട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് സ്വർഗീയ അനുഗ്രഹങ്ങളും നന്മകളും സ്വർഗത്തിന്റെ കളിവാതിൽ തുറന്ന് അവർക്ക് നൽകും. ഈ TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ദൈവകൃപയിൽ ശരണപ്പെട്ട പാസ്റ്റർക്കും അതുപോലെ എല്ലാവർക്കും ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എന്റെ ഈ ചെറിയ സാക്ഷ്യം നിർത്തുന്നു. ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. വളരെ ഹൃദയസ്പർശിയായ അനുഗ്രഹീതമായ ഒരു അനുഭവ സാക്ഷ്യം പ്രിയ വേവുക്കുട്ടി അങ്കളിലൂടെ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു BBS ക്ലാസ്സിൽ വെച്ച് അവിടെ കേട്ടതായ ആ ദൈവവചന ചിന്തയും ആ ദൈവ സാന്നിധ്യവും ആ ഇളം മനസ്സിൽ ഇറങ്ങുവാനും അവിടെ വെച്ച് കർത്താവിന് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കുവാനും ഇടയായി തീർന്നു. പിന്നത്തേതിൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ 1957 കാലയളവിൽ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ദൈവമകനായി തീരുവാൻ ഇടയായി തീർന്നു. എങ്കിലും
പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഏതോ ചില സാഹചര്യങ്ങളിൽ പുകവലിയൊന്നും ഉപേക്ഷിക്കാത്ത ഒരു അനുഭവം ജീവിതത്തിലുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്കിൾ വിട്ടിട്ടാണ് പറഞ്ഞത്. എങ്കിലും ആ കാര്യത്തിന്റെ പ്രസക്തമായ ഗൗരവമുള്ള കാര്യങ്ങളൊന്നും വിട്ടുകളയാതെ അത് ഊന്നൽ നൽകിക്കൊണ്ട് പ്രസ്താവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ സിഗരറ്റ് വലി ഒഴിച്ചുകൂടാൻ പറ്റാത്ത, മാറ്റിക്കളയാൻ പറ്റാത്ത രീതിയിൽ അത് ജീവിതത്തെ സ്വാധീനിച്ചപ്പോൾ ബോംബെ എയർപോർട്ടിൽ ഒരു സഹോദരി ആ വിഷയത്തിന് ഒരു പരിഹാരം കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പക്ഷെ അത് ആ സഹോദരി ആയിരുന്നില്ല അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പകരം ദൈവം ആ സഹോദരിയിലൂടെ അതിനുള്ളൊരു ക്രമീകരണം ഒരുക്കുകയായിരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽപ്പെട്ടതായിരുന്നു, ദൈവത്തിന്റെ ചില വഴികളായിരുന്നു. അതിനൊരു മുഖാന്തരമായിട്ട് ആ സഹോദരിയെ അവിടെ ഒരുക്കി എന്ന് മാത്രം. അവിടെ ഞാൻ വളരെ ശ്രദ്ധയോടെ കേട്ടു. ന്യൂയോർക്കിൽ നിന്ന് എയർപോർട്ടിൽ വന്നിറങ്ങിയതായ ആ കർത്തൃദാസൻ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് പോവുകയും അദ്ദേഹവുമായിട്ടുള്ള ആ കൂട്ടായ്മയില് തീരുമാനങ്ങൾ എടുക്കുക. ഇനിയും എനിക്ക് ഈ സിഗരറ്റ് വേണ്ട, എനിക്ക് ഈ തീപ്പെട്ടി വേണ്ട, എനിക്കിനി ഈ പുകവലി വേണ്ട എന്ന് തീരുമാനമെടുക്കുവാൻ, അത് വലിച്ചെറിയുവാനും ഇടയായി തീർന്നു. അവിടെ തുടങ്ങുകയാണ് ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ്. അതവിടെ വെച്ച് നിർത്തിയില്ലായിരുന്നു എങ്കിൽ അത് തുടർന്ന് പല ലഹരികളിലേക്ക് വലിച്ചഴക്കപ്പെട്ട് ജീവിതം എന്നേ മാറ്റപ്പെടുന്ന ചില അനുഭവങ്ങൾ ഒരു പക്ഷേ ജീവിതത്തിൽ കടന്നു വന്നേനെയായിരുന്നു. എന്നാൽ അത്ഭുതം എന്ന് വേണം, ദൈവം ആ പാപത്തിൽ നിന്ന്, ആ അടിമത്തത്തിൽ നിന്ന്, ആ പുകവലിയുടെ ആസക്തിയിൽ നിന്ന് അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരുവാൻ ഇടയായി തീർന്നില്ല. പിന്നങ്ങോട്ട് തുടർക്കഥയാണ്. ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളുടെ ഏടുകളിലൂടെ യാത്ര ചെയ്യുക. ബോംബെയിൽ നിന്ന് കുവൈറ്റിലേക്ക്, കുവൈറ്റിലെ ചില നാളുകളിലെ അനുഭവം, പിന്നെ കുവൈറ്റ് യുദ്ധം, അതേ തുടർന്ന് ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങള്, എന്നാൽ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ എൻകൗണ്ടറിൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ, ദൈവ രാജ്യത്തിന്റെ ശുശ്രൂഷക്കാരനായി തീരുവാൻ വേണ്ടിയുള്ളതായ ആ ഒരു സമർപ്പണത്തിലേക്ക് വരികയും ലഭിച്ചുകൊണ്ടിരുന്നതായ ഏറ്റവും ശ്രേഷ്ഠകരമായ പദവി, സ്ഥാനമാനങ്ങൾ, ശ്രേഷ്ഠകരമായ സാലറി എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കുവാനിടയായിത്തീരുന്നു. എന്നാൽ അവിടെ വെച്ച് മടങ്ങി വരുമ്പോൾ നാള് അതുവരെ ചെയ്തതായ യാതൊരു വിധമായ ജീവിതത്തിലെ അധ്വാനത്തിന്റെ പ്രതിഫലങ്ങളൊന്നും കിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി അവിടെ കാണുകയാണ്. പ്രസിഡന്റിന്റെ ഹൃദയത്തെ ദൈവം സന്ദർശിക്കുകയും രാജ്യത്തിന്റെ നിയമം ഒരു വ്യക്തിയുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി അവിടെ തിരുത്തപ്പെടുവാനിടയായിത്തീരുകയും മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം ജനം വിടുവിക്കപ്പെടുവാനിടയായി തീർന്നതുപോലെ ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് ആ നിയമം ആശ്വാസകരമായി തീരുവാനിടയായി തീർന്നു. അങ്ങനെ ലഭിക്കേണ്ടുന്ന എല്ലാ നന്മകളുമായി, അതിൻ്റെ ഇരട്ടി നന്മകളുമായിട്ട് വീണ്ടും കർത്താവിന്റെ വേലയില് വ്യാപൃതനായി തീരേണ്ടതിന് സ്വദേശത്തേക്ക് മടങ്ങി വരുന്ന ആ അനുഭവം തീർന്നില്ല. പ്രായത്തിന്റെ ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. പല ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കർത്താവിന്റെ ദാസിക്ക് നേരിടുവാനിടയായി തീർന്നു. 2020 പ്രിയ ആന്റി താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലെ ചേർക്കപ്പെടുവാനിടയായി. അപ്പോൾ ഉണ്ടായിട്ടുള്ളതായ ആ മാനസിക വേദനകൾ, പ്രത്യേകിച്ച് കോവിഡിനോടനുബന്ധിച്ച് ഉണ്ടായിട്ടുള്ള മറക്കാനാകാത്ത ഒത്തിരി തിക്താനുഭവങ്ങൾ, പ്രിയപ്പെട്ടവരിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നതായ ആ വേദന മറക്കുവാൻ കഴിയുന്നില്ല എന്ന് ആ വാക്കുകളിലൂടെ കേൾക്കുവാൻ കഴിയും. പക്ഷെ അതിനപ്പുറമായി ദൈവത്തിന്റെ മഹാസ്നേഹം, ദൈവത്തിന്റെ മഹാകരുണ എന്ന വണ്ണമാണല്ലോ ദൈവീയ ആ ഇടപെടലുകൾ ഉണ്ടായ ആ ബോഡി പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വന്ന് നിർബന്ധിച്ച് അവരുടെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോവുകയും എന്നാൽ പിന്നത്തേതില് അത് കോവിഡ് ഇല്ല എന്ന് സ്ഥിരീകരിക്കപ്പെടുകയും തിരിച്ചു നൽകുകയും ചെയ്യുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവർക്ക്, മക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് ആർക്കും അതിൽ സംബന്ധിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നു എങ്കിലും സ്വർഗത്തിലെ ദൈവം അതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ആ സംസ്കാര ശുശ്രൂഷകൾ നിർവഹിപ്പാനിടയായി തീർന്നു. പിന്നീട് ഇങ്ങോട്ട് വരുന്ന ഏകാന്തത,
ആ ഏകാന്തതയിൽ നേരിട്ടതായ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയതുപോലെ ദൈവം അത്ഭുതകരമായി ഏതാണ്ട് 1 വർഷത്തോളം ദൈവം പോറ്റുവാൻ തക്കവണ്ണിടയായി തീർന്ന ആ അനുഭവങ്ങളൊക്കെ എത്ര എത്ര ദൈവത്തിന് നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. എന്തിന് ദൈവമേ എന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്തിയിരുത്തിയിരിക്കുന്നുള്ള ചോദ്യത്തിന് മറുപടിയായി ദൈവം ഇടപെടുകയാണ്. മകനെ, നീ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഏൽപ്പിച്ച ദൈവത്തിന്റെ ആ വചനം, ആ മാറ്റമില്ലാത്ത വചനം എഴുതുവാൻ പറഞ്ഞു. എഴുതി ഒരു പുസ്തകം അങ്ങനെ പുറത്തു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. തിരുവചന മുത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ അനുഗ്രഹീതമായ പുസ്തകം അങ്ങനെ പ്രകാശനം ചെയ്യപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇന്ന് ആ പുസ്തകം ഒരു ആശ്വാസമായി അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഈ 80-ാം വയസ്സിലും ഒട്ടും ക്ഷീണിച്ചു പോകാതെ, പിന്മാറാകാതെ വിളിച്ച ദൈവത്തിന്റെ ആ നല്ല പാതയെ പിൻപറ്റുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ കൈകാലുകൾക്ക്, ആ കാഴ്ചപ്പാടുകൾക്ക് ദൈവം യാതൊരു മാറ്റവും വരുത്താതെ കൂടെ ഇരുന്ന് ദൈവം വഴി നടത്തുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമായിരിക്കാം. പക്ഷെ ക്ഷീണിച്ചു പോകരുത്. വിളിച്ച ദൈവം വിശ്വസ്തനാ. അന്ത്യത്തോളം കൂടെ ഇരിക്കുവാൻ ദൈവം ശക്തനാ. സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ കൂടപ്പിറപ്പുകള്, പ്രിയപ്പെട്ടവര് ഒക്കെ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവസാനത്തോളം കൂടെ ഇരിക്കുവാൻ ശക്തൻ. ആകയാൽ അധൈര്യപ്പെടാതെ, ക്ഷീണിച്ചു പോകാതെ നിങ്ങൾ പ്രത്യാശയോടുകൂടി ആയിരിക്കൂ. നിശ്ചയമായിട്ടും ആ നിത്യതയിലുള്ള സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതിന്, ഈ ലോകത്തും ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതിന് കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറ്. ഇടയ്ക്ക് കയറിയെന്ന് പറയട്ടെ, ആരെങ്കിലും മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരി വസ്തുക്കൾക്കോ ഏതെങ്കിലും വിധത്തിലുള്ളതായ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പാപത്തിന് അടിമയായിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ രക്ഷിപ്പാൻ യേശുവിന് കഴിയും. നിങ്ങളെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ യേശുവിന് കഴിയും. ആയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കൂ, ആത്മഭാരത്തോട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവെ, ഞാനിതായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ എൻ്റെ സിഗരറ്റ് വലി, ബീഡി വലി, എൻ്റെ മദ്യപാനം, എൻ്റെ ലഹരി ഉപഭോഗം, എൻ്റെ തെറ്റായ വഴികളിലൂടെയുള്ള ജീവിതം, പാപം എല്ലാം യേശുവിന്റെ നാമത്തിൽ ഞാനിവിടെ വലിച്ചെറിയുന്നു എന്ന് ആര് പറയുവാൻ തയ്യാറാകും? നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായ അത്ഭുതകരമായ വിടുതല് നിങ്ങൾക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം കഴിയും. സൗഖ്യം, ആരോഗ്യം, ദീർഘായുസ്സും നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയും. കണ്ണുകളടയ്ക്കാൻ അവർ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രിയ ബേബുക്കുട്ടി അങ്കിൾ ആരോമാറ്റിയുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു വാക്കിൽ ഈ നിമിഷം പ്രാർത്ഥിക്കും. കണ്ണുള്ള കർത്താവെ, സ്നേഹിക്കുന്ന സ്വർഗീയ പരമപിതാവേ, ഈ മനോഹരമായ പ്രശാന്ത സമയത്തിനായിട്ട് സ്തുതിക്കുന്നു. അവിടുത്തെ വിലയേറിയ മകനിൽ കൂടെ കർത്താവെ, ലോകമെമ്പാടും ആരോമ TV കൂടെ ഈ പ്രഭാഷണം നടക്കുവാൻ തക്കോണം ദൈവം ഇടയാക്കിയല്ലോ, മുഖാന്തരം ഒരുക്കിയല്ലോ. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വഹിക്കുന്ന എല്ലാ കർത്തദാസന്മാരെയും അങ്ങയുടെ വിലയേറിയ കരങ്ങളോട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രയത്നങ്ങളെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ അധ്വാനത്തെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക ആയുധങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ തക്കണം തുടർന്ന് കർത്താവ് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. അതിനാവശ്യമായ സാമ്പത്തിക സോഴ്സ് ഒക്കെ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ. കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ. അവൻ തലമുറയെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ കർത്താവ് ശരണപ്പെട്ട് അനേക ആയുധങ്ങൾക്ക് വെളിച്ചമായി തീരുവാൻ, അനേക ദൈവസനയിലേക്ക് ഈ TV കൂടെ നേടുവാൻ തക്കണം കഴിഞ്ഞ നാളുകൾ ദൈവം ഇടയാക്കിയതുപോലെ തുടർന്നും കർത്താവെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സാക്ഷ്യം കേട്ട എല്ലാവരെയും, ഇനി കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം കൊടുത്ത് അനുഗ്രഹിക്കണം. സകല മഹത്വം അറക്കപ്പെട്ട കുഞ്ഞാടിന് കുറവുള്ള ഏഴയാകുന്ന അടിയന്റെ യാചന ഉന്നതമായ സിംഹാസനം കേട്ട് മറുപടി ഒന്ന് സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ യാചിച്ചത് ദൈവം കേൾക്കുമാറാകണമേ. വളരെ നന്ദി പ്രിയ ബേബുക്കുട്ടി അങ്കിൾ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ അരോമ TVയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിച്ചതിന് കർത്താവിന്റെ ദാസരുടേതായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ?
അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com